സർവസംശയഛേതാരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണം പദ്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പദ്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. എല്ലാവർക്കും എൻ്റെ പ്രണാമം. നമ്മൾ ഇന്നലെ ഒരു വ്യക്തിയെ പുലി പിടിച്ച കഥയാണ് പറഞ്ഞു നിർത്തിയത്. ജീവൻ അല്ലെങ്കിൽ ജീവത്വം, ആ ജീവഭാവത്തെ സത്യമാകുന്ന പുലി പിടിച്ചു വിഴുങ്ങിയ കഥയാണ് വായിച്ചത്. ഒരാൾ പുലി എന്താണെന്ന് അറിയാൻ വേണ്ടി അല്ലെങ്കിൽ പുലിയെ പിടിക്കാൻ വേണ്ടി, സത്യത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ഒരു പുലി പിടുത്തം പോലെയാണല്ലോ, അത്ര എളുപ്പമൊന്നുമല്ല. പുലിയെ പിടിക്കാൻ അത്ര കണ്ട് പ്രയാസമുണ്ട്. ചാടി വീഴും, പാഞ്ഞ് വരുന്നതാണ് ഈ പുലി. ഭയങ്കര വേഗത്തിൽ ഓടുകയും ചെയ്യും, മരത്തിൽ കയറുകയും ചെയ്യും. അതാണ് പുലിയുടെ സ്വഭാവം. പൂച്ചയുടെ വംശമാണ് പുലി എന്ന് പറയുന്നത്. ബിഗ് കാറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. വലിയ പൂച്ച എന്നാണ് പുലിയുടെ പേര്. അപ്പോൾ സത്യത്തെ അറിയാൻ, സത്യത്തെ പിടിക്കാൻ വേണ്ടി പോയ ജീവൻ സത്യത്തിന് ഭക്ഷണമായി തീരുന്നു. പുലി പിടിക്കാൻ വേണ്ടി പോയ ഒരാളെ പുലി പിടിച്ചതുപോലെ സത്യം ജീവത്വത്തെ ഗ്രസിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരു ജീവനും അവകാശപ്പെടാൻ പറ്റില്ല എന്ത്, ഞാൻ സത്യത്തെ സാക്ഷാത്കരിച്ചു എന്ന്. താൻ ഇല്ലാതാവുകയാണ് സത്യസാക്ഷാത്കാരത്തിൽ സംഭവിക്കുന്നത്. അടുത്ത പദ്യത്തിൽ എന്ത് പറയുന്നു എന്ന് നോക്കാം. അറിന്തതുവായി നിன்ற വറിയാമൈ കണ്ട് മറന്തറിയാർ വാഴാത് വാഴ്ந்த வெறும் பாழ் விளைந்த சுகம் சொல்லில் வெளியை படியால் அளந்தறியுமா போலவாம். അറിന്തതുവായി നിன்ற അറിയാമൈ കണ്ട്, തിരിച്ചിടണം. അറിയാമൈ കണ്ട് അറിന്ത് അതുവായി നിன்ற. അറിയാമൈ അറിവില്ലായ്മ, അറിവില്ലായ്മ അഥവാ അജ്ഞാനം, അതുമല്ലെങ്കിൽ അവിദ്യ എന്താണ് എന്ന് മനസ്സിലാക്കി അറിന്ത് അതുവായി നിன்ற. അറിവില്ലായ്മയെക്കുറിച്ച്, അറിവില്ലായ്മ എന്താണ് എന്നുള്ളത് ശാസ്ത്രങ്ങളിൽ നിന്നും ആചാര്യമുഖത്തിൽ നിന്നും കേട്ട് മനസ്സിലാക്കി ആ അറിവില്ലായ്മയെക്കുറിച്ചുള്ള അറിവ് നേടി അറിവ് കൊണ്ട് ആ അറിവില്ലായ്മയെ നീക്കം ചെയ്തു എന്നാണ്. പലർക്കും ഈ അറിവില്ലായ്മ എന്താണെന്ന് തന്നെ മനസ്സിലാകുന്നില്ല. എന്നിട്ട് വേണ്ടേ അറിവ് കൊണ്ട് അതിനെ നീക്കം ചെയ്യേണ്ടത് എങ്ങനെ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ. പലർക്കും അവിദ്യ, അജ്ഞാനം എന്താണെന്ന് തന്നെ അറിയില്ല. എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞ് നടക്കുന്ന കൂട്ടരാണ്. നിങ്ങൾ അജ്ഞാനിയാണെന്ന് പറഞ്ഞാൽ ആ വാക്യത്തിന്റെ പൊരുൾ മനസ്സിലാകുന്നേ ഇല്ല. എനിക്ക് എന്താ അറിയാത്തത്? സകലതും അറിയാം. ഞാനിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് എന്താ അറിയാനുള്ളത് എന്നാണ് തിരിച്ചിങ്ങോട്ടൊരു ചോദ്യമാണ്. ഈ ഞാനിനെ കുറിച്ച് എന്താ അറിയാനുള്ളത് എന്നാണ്. പക്ഷേ ഈ ഞാനിനെ കുറിച്ചുള്ള അറിവാണ് ആത്മജ്ഞാനം അഥവാ ബ്രഹ്മജ്ഞാനം. അപ്പോൾ അറിയാമൈ കണ്ട്, അജ്ഞാനം എന്താണെന്ന് കണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി, അറിന്ത് അറിവായി നിன்ற, അറിന്ത് അതുവായി നിன்ற, അജ്ഞാനത്തിന്റെ സ്വരൂപം മനസ്സിലാക്കി അത് അറിവ് കൊണ്ട് നിരസിച്ച്, അതിനെ അറിവ് കൊണ്ട് നിരസിച്ച് അതുവായി നിன்ற, അതായിട്ട് നിൽക്കുന്നു. അതെന്ന് പറഞ്ഞാൽ ബ്രഹ്മം, ആത്മാവ്. അറിവില്ലായ്മയുടെ സ്വരൂപം മനസ്സിലാക്കി ആ അറിവില്ലായ്മയെ ജ്ഞാനം കൊണ്ട് നശിപ്പിച്ച് അതായി സ്ഥിതി ചെയ്യുന്നു. ആര്? ജ്ഞാനി, ഒരു ജീവൻ മുക്തൻ. പക്ഷേ ആ ജ്ഞാനസ്ഥിതിയിൽ അറിയലുമില്ല, അറിയാതിരിക്കലുമില്ല. അങ്ങനെ ഒന്നുണ്ടോന്ന്? അറിയുകയോ അറിയാതിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയല്ല. എന്ന് പറഞ്ഞാൽ അവിടെ അറിവും ഉണ്ട്, എന്നാൽ തന്നിൽ നിന്ന് അന്യമായി ഒന്നിനെ അറിയുന്നുമില്ല. അതായത് ദ്വൈതജ്ഞാനത്തിനപ്പുറം എല്ലാ സാപേക്ഷ ജ്ഞാനങ്ങൾക്കും അതീതമാണ് ഈ കേവലജ്ഞാനം അഥവാ ആത്മജ്ഞാനം.
അവിടെ അറിയുന്നവൻ അറിയപ്പെടുന്നത് എന്ന് രണ്ടില്ല. അപ്പോ അവിടെ അറിവില്ലായ്മയാണോ? ഈ അറിയുന്നവനും അറിയപ്പെടുന്നതും രണ്ടില്ലാത്ത ഒരു സ്ഥിതി ഉണ്ടല്ലോ നമുക്ക്, സുഷുപ്തി. അവിടെ അറിയുന്ന ഞാൻ എന്നുള്ള ഭാവമില്ല, മറ്റൊന്നും അറിയപ്പെടുന്നുമില്ല, അവിടെ വിശേഷിച്ചൊന്നും അറിയപ്പെടുന്നുമില്ല. അപ്പോൾ ഈ അറിയുകയോ അറിയാതിരിക്കുകയോ ചെയ്യുന്ന രണ്ടവസ്ഥകളും സുഷുപ്തിയിലില്ല. അപ്പൊ ആ സുഷുപ്തി പോലെ ഒന്നാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ശുദ്ധമായ ബോധാനുഭവത്തിൽ അറിയുന്നവനുമില്ല, അറിയപ്പെടുന്നവനുമില്ല, അറിയപ്പെടുന്നവയുമില്ല. എന്നാൽ ഒന്നും അറിയപ്പെടാത്ത ഒരു സ്ഥിതിയാണോ അതെന്ന് ചോദിച്ചാൽ സുഷുപ്തി പോലെ അല്ല. എല്ലാറ്റിൻ്റെയും രഹസ്യം വെളിവാകുന്ന സ്ഥിതിയാണ്. അതെങ്ങനെ സുഷുപ്തി പോലെയാവും? ഈ പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മമയമാണ്, ഞാനും അത് തന്നെ എന്ന് മനസ്സിലാക്കുന്നത് സുഷുപ്തി പോലെ ശൂന്യതയുടെയോ അറിവില്ലായ്മയുടെയോ നിലയാണോ? അല്ല. ശരിക്കും ഈ ആത്മജ്ഞാനത്തെ സുഷുപ്തിയോട് ഉപമിച്ചാണ് പറയാറുള്ളത്. കാരണം ദ്വൈതരഹിതമായ സ്ഥിതിയാണ് ആത്മജ്ഞാനത്തിൽ. അങ്ങനെ ഒരു അനുഭവം നമ്മുടെ സുഷുപ്തി മാത്രമല്ലേ ഉള്ളൂ. അവിടെ രണ്ടില്ല. അറിയുന്നവൻ ഞാൻ അറിയുന്നു, ഞാൻ ഉറക്കം അനുഭവിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണോ ഒരാൾ ഉറങ്ങുന്നത്? ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം ആ അവസ്ഥയെ സ്മരിക്കുകയല്ലേ ചെയ്യുന്നത്? ഓർമ്മയായിട്ടല്ലേ ആ ഉറക്കം എന്നുള്ള അനുഭവം ഉള്ളിൽ തെളിയുന്നത്? എന്നാൽ അനുഭവിച്ചതല്ലേ? അനുഭവിച്ചതാണ്. അനുഭവിച്ചതിനെ മാത്രമേ ഓർമ്മിക്കാൻ പറ്റൂ. അനുഭവ വിഷയമല്ലാത്തതിനെ മനുഷ്യന് ഓർക്കാൻ പറ്റില്ല. അപ്പോ സുഷുപ്തി എന്നുള്ളത് അറിയപ്പെട്ടതാണ്, അനുഭവിക്കപ്പെട്ടതാണ്. ആര്? ഈ ചോദ്യത്തിനാണ് ഉത്തരം കിട്ടാത്തത്. ഉറക്കത്തിലെ സുഖത്തെയും ശൂന്യതയെയും അറിഞ്ഞത്, അറിയിച്ചു തന്നത് ആര്? ഞാനെന്ന് പറഞ്ഞാൽ എടോ ഞാൻ അവിടെ ലയിച്ചു കിടക്കുകയല്ലേ, താൻ തന്നെ മറന്നപ്പോഴല്ലേ ഉറക്കം എന്നുള്ള സ്ഥിതി ഉണ്ടായത്. സ്വയം മറന്നുറങ്ങി, ഒന്നും അറിഞ്ഞില്ല എന്നല്ലേ ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന ഒരാൾ പറയുന്നത്. എന്ന് വെച്ച് ഉറക്കം എന്ന് പറഞ്ഞാൽ തികച്ചും അജ്ഞാതമായ ഒന്നാണോ? അല്ല. ഉറക്കം എന്താണെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. എന്ത് സംഭവിക്കുന്നു എന്നറിയില്ല. ആ ഉറക്കത്തെ അനുഭവിച്ച ഞാൻ ഉറക്കത്തിൽ ഇല്ലതാണ്. അപ്പോ ഇതുപോലെ ഒരവസ്ഥയാണോ ആത്മാനുഭവം? അവിടെയും ഞാനില്ല, രണ്ടാമതൊന്നും അറിയപ്പെടുന്നില്ല. അപ്പൊ ഈ സുഷുപ്തി പോലെയാണോ ആത്മജ്ഞാനം എന്ന് ചോദിച്ചാൽ അല്ല. സുഷുപ്തിയിൽ സുഖത്തിന്റെ ഒരംശമുണ്ട്. മറ്റെല്ലാ സുഖങ്ങളെയും വെല്ലുന്ന സുഖമാണ്, സമ്മതിച്ചു. പക്ഷെ അവിടെ അറിവില്ല. എഴുന്നേറ്റ് വരുന്ന ഒരാളുടെ പ്രസ്താവന തന്നെ അതിന് തെളിവാണ്. ഞാൻ ഒന്നും അറിഞ്ഞില്ല. അയാളുടെ അജ്ഞതയെ അയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് എണീറ്റ് വരുന്നത്. ഞാൻ ഒന്നും അറിഞ്ഞില്ലപ്പാ, സ്വയം മറന്നുറങ്ങി എന്ന്. ഈ ആത്മജ്ഞാനത്തിൽ അതല്ല. എല്ലാം അറിയപ്പെട്ടു, എല്ലാ അറിവുകളും അയാൾക്ക് സ്വന്തമായി. എന്താണ് എല്ലാ അറിവുകളും? ഈ എല്ലാ അറിവുകളും ഒരറിവിന്റെ പ്രകടനമാണ്, ഒന്നിന്റെ പ്രകടനമാണ് ഈ പ്രപഞ്ചം, ഈ ഞാൻ. അതിനേക്കാളും വലിയ ഒരു അറിവുണ്ടോ? അപ്പോ ആ മഹത്തായ അറിവുമായിട്ടല്ലേ ആ നിർവികൽപ്പ ദശയിൽ നിന്നും ഒരു ജ്ഞാനി ഇന്ദ്രിയ മനോ ബുദ്ധി തലങ്ങളിൽ അല്ലെങ്കിൽ ശരീരതലത്തിൽ എത്തുന്നത്? അപ്പൊ അതെങ്ങനെ ഉറക്കത്തിനോട് ഉപമിക്കാൻ പറ്റും? ആ സുഷുപ്തിയെ, അല്ല ആ ജ്ഞാനസ്ഥിതിയെ. ജ്ഞാനസ്ഥിതിയെ ഒരിക്കലും ഉറക്കത്തിനോട് ഉപമിക്കരുത്. പക്ഷേ അതെന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് ദ്വൈതങ്ങൾ ഒക്കെ അസ്തമിക്കുന്ന സ്ഥിതി അങ്ങനെയൊന്നുണ്ട്. അത് ഉറക്കം പോലെയാണ് എന്ന് പറയാം. പക്ഷെ അത് ഉറക്കം പോലെയാണോ? അല്ല. ഉറക്കത്തിൽ ദ്വൈതമെല്ലാം അസ്തമിച്ചു, ആത്മജ്ഞാനത്തിലും ദ്വൈതമെല്ലാം അസ്തമിക്കും. ആ ഒരംശത്തിൽ രണ്ടിനും തമ്മിൽ പൊരുത്തമുണ്ട്. അതുകൊണ്ട് ഉറക്കം പോലെ എന്ന് പറഞ്ഞു. പക്ഷേ ഈ ആത്മജ്ഞാനം എന്നുള്ളത് ഉറക്കം പോലെയേ അല്ല, ജാഗ്രത് പോലെയുമല്ല, സ്വപ്നം പോലെയുമല്ല. പിന്നെ അതെന്താണ്? അത് അതുപോലെയാണ്. അപ്പോഴും മനസ്സിലാവുന്നില്ല എന്നാണ്. യുണീക്ക്, അദ്വിതീയം. അതിന് പകരം വെക്കാൻ മറ്റൊരനുഭവമില്ല. അതുപോലെ അത് മാത്രമേ ഉള്ളൂ. കടലിനെ നിങ്ങൾ എന്തിനോട് ഉപമിക്കും? ഏതുപോലെ ഇരിക്കും കടൽ? കുളം പോലെയോ, കായൽ പോലെയോ, കിണർ പോലെയോ? ഇല്ല, അത് പറയാൻ പറ്റില്ല. ഒരാളെ വിളിച്ചോണ്ട് കടപ്പുറത്ത് കൊണ്ടുപോവാം, എന്നിട്ട് പറയാം ദാ നോക്കടോ, ഇതാണ് കടൽ. ആകാശത്തെ ഏതിനോട് ഉപമിക്കും? ഉപമിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. സാഗരം സാഗരോപമം, ഗഗനം ഗഗനോപമം, രാമരാവണയോർ യുദ്ധം രാമരാവണയോരിവ. ശ്രീരാമനും രാവണനും തമ്മിലുള്ള യുദ്ധം ഏതുപോലെ ഇരിക്കും? ആ യുദ്ധം പോലെ ഇരിക്കും. എന്ന് പറഞ്ഞാൽ അതിന്
ഉപമിക്കാൻ പറ്റില്ല, അതിന് സമാനതകളില്ല. ഒന്ന് പോലെ ഒന്ന് ഉണ്ടെങ്കിലല്ലേ ഇത് അതുപോലെ ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റൂ. ഉപമിക്കാൻ പറ്റാത്തതിനെ എന്ത് പറയും? അത് അതുപോലെ ഇരിക്കും. ഒട്ടകം ഏതുപോലെ ഇരിക്കും? നീണ്ട കഴുത്ത്, ഒരു മുതുകിന് ഒരു പൂഞ്ഞ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഉയർന്നു നിൽക്കുന്ന ഭാഗം. അല്ലാതെ ഏതുപോലെ ഇരിക്കും? ഒട്ടകം ഒട്ടകത്തെ പോലെ ഇരിക്കും. ഏതെങ്കിലും ജീവിയെ വേറൊരു ജീവിയുമായിട്ട് താരതമ്യം ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉറുമ്പ് ഏതുപോലെ ഇരിക്കും? ഉറുമ്പിനെ പോലെ ഇരിക്കും. ചെതലോ ചെതലിനെ പോലെ ഇരിക്കും. പാമ്പ്, അരണ ഏകദേശം ഒരുപോലെ ഇരിക്കും. നല്ല തിളക്കമുള്ള തോലായിരിക്കും. പക്ഷെ ഒന്നിന് നീളം കൂടുതലാണ്, ഒന്ന് കടിക്കും. അരണ ചോര കുടിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. പണ്ട് ഈ കുട്ടികൾ ഷർട്ട് കൊച്ചു കുട്ടികളുണ്ടല്ലോ, ഷർട്ട് ഇടാൻ സമ്മതിക്കില്ല, പുറത്തു പോകും. അപ്പോൾ പറയും, മോനെ അരണയുണ്ട്, അത് നിന്നെ നോക്കിയാൽ നിന്റെ പൊക്കിളിൽ കൂടെ അത് ചോര മുഴുവൻ കുടിക്കും. അയ്യോ, അരണ ചോര കുടിക്കുമല്ലേ പൊക്കിളിൽ കൂടെ? അത് പൊക്കിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിലൂടെ നിന്റെ ശരീരത്തിലെ ചോര വാർന്നു പോകും എന്ന് പറയുമ്പോൾ എന്നാ ഷർട്ട് ഇടാം? ഭക്ഷണം കഴിക്കണമെങ്കിൽ കാക്കയ്ക്കൊരു ഉരുള, പൂച്ചയ്ക്കൊരു ഉരുള എന്നൊക്കെ പറഞ്ഞതേ കാക്ക ഇത് മുഴുവൻ കൊണ്ടുപോകും. ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കുന്നത് അമ്മമാർ. അപ്പോൾ വേറെ ഓരോന്ന് പറഞ്ഞ് വേണം അവർക്ക് നന്മയുണ്ടാക്കാൻ. ആഹാരം കഴിച്ചാലേ ശരീരപുഷ്ടി ഉണ്ടാവും. ഇതുപോലെ ഇല്ലാത്തതും പൊല്ലാത്തതും പറഞ്ഞ് നമ്മെ സത്യത്തിലേക്ക് അടുപ്പിക്കുന്നു ആചാര്യന്മാർ. അവര് പറയുന്നത് ഇല്ലാത്തതും പൊല്ലാത്തതുമാണ്. അതെന്താ അങ്ങനെ പറഞ്ഞത്? നടക്കാത്ത സൃഷ്ടിയെക്കുറിച്ച് അവർ വർണ്ണിക്കുന്നില്ലേ? അത് ഇല്ലാത്തതും പൊല്ലാത്തതുമല്ലേ? സൃഷ്ടി ഇല്ല എന്ന് പറഞ്ഞാൽ എത്ര പേര് അംഗീകരിക്കും? അതുകൊണ്ട് അവനെ പതുക്കെ മയത്തില് പതുക്കെ അയാൾ പോലും അറിയാതെ അത് ഇതുമൊക്കെ പറഞ്ഞ് കെട്ടുകഥകൾ പറഞ്ഞ് അവനെ വിശ്വസിപ്പിച്ച് ഈ സത്യത്തിൽ കൊണ്ടുചെന്ന് സത്യത്തിന്റെ ഏതാണ്ട് അടുക്കൽ കൊണ്ടെത്തിച്ചിട്ട് സൃഷ്ടിയില്ല എന്ന് പറയും, നീ ഇല്ല എന്ന് പറയും, ഞാനില്ല എന്ന് പറയും, ഈ പ്രപഞ്ചമില്ല എന്ന് പറയും, നീ മാത്രമേ ഉള്ളൂ എന്ന് പറയും, അല്ലെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയും, അല്ലെങ്കിൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. എല്ലാം ഒന്നാണ്. എല്ലാം ശരിയാ. ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. നീയില്ല, ഞാനില്ല, പ്രപഞ്ചമില്ല, നീ മാത്രമേ ഉള്ളൂ, അതല്ലെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ, അതല്ലെങ്കിൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. എല്ലാം ശരിയാണ്. ഈ 6 പ്രസ്താവനകളും ശരിയാണ്, 100% ശരിയാണ്. അതെങ്ങനെയാ ഒരേ കാര്യത്തെക്കുറിച്ച് 6 തരത്തിൽ വർണ്ണിക്കാൻ പറ്റുക? 6 അല്ല 6000 തരത്തിൽ വർണ്ണിക്കാം. അതാണ് ഈ സത്യത്തിന്റെ മഹത്വം. ഈ സത്യത്തെ 6 അല്ല 600 അല്ല 6000 തരത്തിൽ ആചാര്യന്മാർ പറഞ്ഞു മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നു. പക്ഷേ അതോ വാക്കിനതീതമായ സത്യം. എന്താണത്? അതിൻ്റെ മഹത്വമാണ്. പറയാൻ പറ്റാത്തതിനെ കുറിച്ച് ഇത്രയേറെ എങ്ങനെ ഋഷികൾക്ക് പറയാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ അത് ഋഷികളുടെ മഹത്വമല്ല, സത്യത്തിന്റെ മഹത്വം. ഋഷികളിലൂടെ സംസാരിച്ചത് സത്യമാണ്. ആരെക്കുറിച്ച്? തന്നെ കുറിച്ച്. ആത്മപ്രകടനം, അതാണ് വേദങ്ങൾ. ഭഗവാന്റെ നിശ്വാസവായു എന്നൊക്കെയാണ് ശാസ്ത്രങ്ങൾ വേദങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പോ ഇവിടെ അജ്ഞാനം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി അതിനെ അറിഞ്ഞ്, എന്താണ് അതിനെ അറിയുക എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേകിച്ചൊന്നും അറിയാനുമില്ല, ഒന്നും അറിയാത്ത സുഷുപ്തിയും സംഭവിക്കുന്നില്ല. ഒന്നും അറിയാത്ത സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇവൻ പറയും സുഷുപ്തി എന്ന്. അല്ല, സുഷുപ്തിയല്ല, ജാഗ്രതാണ്. ഉണർവിനേക്കാളും വലിയ ഉണർവാണ് ഈ ആത്മാനുഭവം. അവിടെ രണ്ടാമതൊന്നും അറിയപ്പെടുന്നില്ല, അറിയുന്നവനും അവിടെ ഇല്ല, അവിടെ സത്യം മാത്രം. അങ്ങനെ വിശേഷിച്ച് ഒന്നും അറിയപ്പെടുന്നുമില്ല, അറിയപ്പെടാതിരിക്കുന്നുമില്ല, ജ്ഞാനത്തിന്റെ അസ്തിത്വവുമില്ല, ജ്ഞാനം ഇല്ലാതാകുന്നുമില്ല. അവിടെയാണ് യഥാർത്ഥ ജ്ഞാനം പ്രകാശിക്കുന്നത്. അങ്ങനെയുള്ള അദ്വൈത അനുഭവം, അനുപമമായ അനുഭവം, അതെന്താണെന്ന് പറയാൻ പറ്റാതെ ഇരിക്കുന്നു എന്ന് വെച്ച് അതിന്റെ ഗാംഭീര്യത്തിന് കുറവൊന്നും സംഭവിക്കുന്നില്ല. വിവരിക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഗാംഭീര്യം. അതിനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നതൊക്കെ തുച്ഛം, നിസ്സാരം, അല്പം. സത്യത്തെ, മഹത്തായതിനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. അതതിന്റെ മഹത്വത്തിന്റെ ലക്ഷണമാണ്. വാചോദിതം തദനൃതം. എത്ര ശക്തമാണെന്ന് നോക്കൂ ഉപനിഷത്തിന്റെ ഭാഷ. വാക്കുകൊണ്ട് മിണ്ടിയോ അത് കള്ളമായി പോകും. സത്യം വാക്കിനകത്തൊതുങ്ങുന്നതല്ല, അത് വാക്കിനതീതമാണ്. അതിൽ നിന്നാണ് വാക്കുദ്ഭവിക്കുന്നത്.
ആ വാക്കിന് അതിനെ വർണ്ണിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് അതിനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്നോ കേട്ട് ധരിക്കാമെന്നോ ആരും കരുതണ്ട. കുറെ സത്സംഗത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആത്മജ്ഞാനം ഉള്ളിൽ ഇങ്ങനെ വെണ്ണ പോലെ ഉരുണ്ടു വരും, പൊന്തി വരും എന്നാരും വിചാരിക്കണ്ട. ന്യായമാത്മാ പ്രവചനേന ലഭ്യ ന മേധയാ ബഹുനാശ്രുതേന യമേവൈഷഹി വൃണുതേ തേന ലഭ്യ. അവന് മാത്രമാണ് അത് കിട്ടുന്നത്. എന്തുകൊണ്ടൊക്കെ കിട്ടില്ല എന്നാണ് ആദ്യം പറയുന്നത്. എന്തിനത് പറഞ്ഞു? പലതും കൊണ്ട് ഈ ആത്മാവിനെ പിടിച്ചു കളയാമെന്നൊരു വ്യാമോഹം പലരുടെ ഉള്ളിലുമുണ്ട്. അത് ചെയ്താൽ, ഇത് ചെയ്താൽ, അങ്ങനെ ചെയ്താൽ, ഇങ്ങനെ ചെയ്താൽ ഇതങ്ങ് സ്വന്തമാക്കി കളയാം. സാധ്യമല്ല. അയം ആത്മാ പ്രവചനേന ലഭ്യ. ഘോരഘോരം പ്രസംഗിച്ചത് കൊണ്ട്, വേദാന്തത്തെ നല്ലതുപോലെ വ്യാഖ്യാനം ചെയ്യാനുള്ള സാമർഥ്യം നേടിയത് കൊണ്ട്, വേദാന്തത്തിൽ PhD എടുത്തത് കൊണ്ട് ഇത് കിട്ടില്ല. കിട്ടില്ല. ബിരുദവും ബിരുദാനന്തര ബിരുദവും പോസ്റ്റ് ഡോക്ടറേറ്റും ഒക്കെ സർട്ടിഫിക്കറ്റിന്റെ രൂപത്തിൽ ബാഗിൽ അല്ലെങ്കിൽ അലമാരയ്ക്കകത്ത് സൂക്ഷിക്കാം. സത്യം അതിന്റെ അപ്പുറത്തിരിക്കും. നിങ്ങളുടെ ഉള്ളിലെ അജ്ഞാനം അതുപോലെ ഇരിക്കും. അജ്ഞാനം എങ്ങനെയാ അതുപോലെ ഇരിക്കുന്നത്? അയാൾ MA വേദാന്തമാണ്. MA എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് അജ്ഞാനം എന്നാണ്. മാസ്റ്റർ ഓഫ് ആർട്സ് അല്ല. BA എന്ന് പറഞ്ഞാൽ ബാച്ചലർ ഓഫ് അജ്ഞാനം എന്നാണ്. സത്യം ബിരുദങ്ങൾക്കോ ബിരുദാനന്തര ബിരുദങ്ങൾക്കോ PhDക്കോ ഒക്കെ അപ്പുറത്താണ്. അതൊക്കെ നേടിയത് കൊണ്ട് നിങ്ങൾ ആത്മജ്ഞാനി ആകണമെന്നില്ല. പക്ഷേ ഒരു ആത്മജ്ഞാനി സ്കൂളിൽ പോലും പോകാത്ത ഒരാളായിരിക്കും. ശ്രീരാമകൃഷ്ണദേവൻ, രമണ മഹർഷി, നിസർഗദത്ത മഹാരാജ്, മഹാപണ്ഡിതന്മാരും ആത്മാവിനെ സാക്ഷാത്കരിച്ചിട്ടുണ്ട്. വാൽമീകിയും വസിഷ്ഠനും വേദവ്യാസനും ഒക്കെ മോശക്കാരാണോ? എത്ര പുരാണങ്ങൾ എഴുതി? 18 പുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ, മഹാഭാരതം, ഇതിഹാസം, ബ്രഹ്മസൂത്രം, എല്ലാറ്റിൻ്റെയും ആചാര്യനാണല്ലോ ഈ വേദവ്യാസ മഹർഷി. അദ്ദേഹത്തെ വെല്ലുന്ന ഏത് ഋഷിയുണ്ട്? ഇനി ഉണ്ടാകും, സാധ്യമല്ല. പക്ഷെ അവർക്ക് പോലും ഈ സത്യാനുഭവത്തെ വേണ്ടവണ്ണം വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അവസാനം എന്താ പറയുന്നത്? അത് ഇതല്ല, അതല്ല. അപ്പൊ വേറൊന്ന് അതുമല്ല. ഉടനെ വേറൊരാൾ പറഞ്ഞു ഈ മൂന്നുമല്ലാത്ത നാലാമത്തതാണ്. അതുമല്ല. ജാഗ്രതല്ല, സ്വപ്നമല്ല, സുഷുപ്തിയല്ല, സ്ഥൂല ശരീരമല്ല, സൂക്ഷ്മ ശരീരമല്ല, കാരണ ശരീരമല്ല, സത്വഗുണമല്ല, രജോ ഗുണമല്ല, തമോ ഗുണമല്ല, സൃഷ്ടിയല്ല, സ്ഥിതിയല്ല, സംഹാരമല്ല. ഇതിന്റെ എല്ലാം ആശ്രയം ഈ പറഞ്ഞ മൂന്നിന്റെ കൂട്ടങ്ങളുടെ ഒക്കെ ആശ്രയം. പക്ഷെ അതിൽ ഇതൊന്നും ഇരിപ്പില്ല. അത് ഇതിനെയൊക്കെ കവച്ചു വെക്കുന്നു. ഇത്രയൊക്കെ പറയാൻ പറ്റൂ പരമസത്യത്തെ കുറിച്ച്. അതിൽ കൂടുതൽ ഒന്നും പറയാൻ പറ്റില്ല. ഒരു ഗംഭീരനും പറയാൻ പറ്റില്ല. നമ്മളിപ്പോ ആ സത്യത്തെ സാക്ഷാത്കരിച്ചാലേ ഇത്രയൊക്കെ പറയാൻ പറ്റൂ. കൂടുതലൊന്നും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? വാക്കിനതിൽ പ്രവേശമില്ല എന്ന്. അപ്പൊ ആ സത്യാനുഭവം നേടുമ്പോൾ അവിടെ വിശേഷിച്ച് ഒന്നും അറിയപ്പെടുന്നില്ല. എന്നാൽ അറിവിന്റെ അഭാവവുമില്ല. അറിവാണത്. പക്ഷെ അന്യമായ ഒരു അറിവല്ല, മറ്റൊന്നിനെ കുറിച്ചുള്ള അറിവല്ല, തന്നെ കുറിച്ചുള്ള അറിവാണ്. തന്നെ കുറിച്ചുള്ള അറിവ് ആർക്ക്? തനിക്ക്. പക്ഷേ ആ തന്നെ കുറിച്ചുള്ള ആത്മജ്ഞാനം എന്ന് പറയുന്നത് ഉണ്ടാവുമ്പോ താനില്ല. ഇതാണ് കുഴപ്പമൊന്നേ. ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് ഞാൻ ഗംഭീരമായി വിശദീകരിച്ചു കഴിഞ്ഞു എന്നൊരു വ്യാമോഹവും എനിക്കില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അത് വാക്കിനതീതമായി തന്നെ സ്ഥിതി ചെയ്യുന്നു. പിന്നെ എന്തിനാണ് ഈ വാക്കുകൾ? അതെന്തൊക്കെയോ ആണെന്നൊരു വിചാരമുണ്ടല്ലോ, അതൊക്കെ ദൂരീകരിക്കാൻ. അത്രയോ. അത് എന്തോ ആണ് എന്നൊരു വിചാരം നമ്മുടെ ഉള്ളിലുണ്ടല്ലോ, അത് നിങ്ങൾ വിചാരിച്ചതുപോലെയോ അല്ലെങ്കിൽ ഞാൻ പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാൾ വിചാരിക്കുന്നത് പോലെയോ അല്ല. അത് വിചാരിക്കപ്പെടുന്നതിൻ്റെ ഒക്കെ അപ്പുറത്താണ്. വിചാരിക്കുന്നവന്റെ സ്വരൂപമാണ്. എന്നാൽ അതിൽ വിചാരിക്കുന്നവൻ ഇല്ല. അതിൽ ജീവഭാവമില്ല. ഞാനെന്നുള്ള ഭാവം അതിലില്ലേ ഇല്ല. വെറും മായ. ഞാനില്ല എന്ന് ഉറപ്പോടുകൂടിയാണ് ഈ ഋഷികൾ ഈ സത്യത്തെ ലോകരുടെ മുമ്പിൽ വിളംബരപ്പെടുത്തിയത്. അതുകൊണ്ടാണ് അവർക്ക് അതിൽ കർത്തൃത്വം ഇല്ലാത്തത്. ഈ ഉപനിഷത്തുകൾ എഴുതിയ ഏതെങ്കിലും ഒരു ഋഷിയിലൂടെ പ്രകടമായതാണല്ലോ. ആ ഋഷി ഒരു മാതാപിതാക്കൾക്ക് കുട്ടിയായി ജനിച്ച ആളുമായിരിക്കുമല്ലോ. എന്തേ അവരൊന്നും പേര് വയ്ക്കാത്തത്? അവരുടെ കൃതികൾക്ക് ഉള്ളിൽ അഹങ്കാരമില്ല എന്നുള്ളത് കൊണ്ടാണ്.
വ്യക്തിത്വം നഷ്ടമായി എന്നുള്ളത് കൊണ്ടാണ്. രമണ മഹർഷി വീട് വിട്ടിറങ്ങിയപ്പോൾ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് പോയി. ഇത് പോകുന്നു, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞില്ല. ഇതെന്ന് പറഞ്ഞാൽ ഈ ശരീരം. അപ്പോഴേ അദ്ദേഹത്തിന് അറിയാം ഞാൻ ഒരിടത്തും പോകുന്നില്ല, എങ്ങും നിറഞ്ഞ ആത്മാവാണെന്നുള്ളത്. അതുകൊണ്ട് ഇത് പോറത്, ഇത് പോകുന്നു, ഇതിനെ അന്വേഷിക്കണ്ട. വീട്ടുകാരന്വേഷിക്കുമല്ലോ, അയ്യോ എവിടെ പോയി എൻ്റെ മോൻ എവിടെ പോയി, ഇതിനെ അന്വേഷിക്കണ്ട. എന്തായാലും പോണത് നല്ലതിനാണ്. ഇങ്ങനെ ഒരു 2-3 വാക്യങ്ങൾ എഴുതിയിട്ട് താഴെ നമ്മൾ എന്ന് ഒപ്പ് ബ്ലാങ്കാണ്. എന്ന് ഇല്ല, ഒന്നുമില്ല, ആളില്ലപ്പാ, ഒപ്പിടാൻ ആളില്ല അവിടെ. അപ്പോഴേ ആ അഹങ്കാരം ഉള്ളിൽ ഏതാണ്ട് തേഞ്ഞു മാഞ്ഞു പോയി കഴിഞ്ഞിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ആ കത്ത്. ഒപ്പിടാൻ ഇല്ല. വ്യക്തിത്വം ഞാൻ ഒരു ഭാവം ഉണ്ടെങ്കിലല്ലേ താഴെ ഒപ്പിടൂ, സിഗ്നേച്ചർ ഇല്ല. അപ്പൊ ആ സത്യത്തിൽ അറിവുമില്ല, അറിവില്ലായ്മയുമില്ല. എന്നാൽ അറിവ് ഘനീഭവിച്ചതാണ് ആ സത്യം. എന്നൊക്കെ പറഞ്ഞാൽ എന്താ, നമ്മുടെ ദ്വൈത ജ്ഞാനത്തെ പോലെ ഒരു അറിവ് ജ്ഞാനമാണ് അതെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഞാനുണ്ടെന്ന് ഞാൻ അറിയുന്നു, അറിയാനൊരു ഞാനും അറിയപ്പെടാൻ വേറൊരു ഞാനും ഉണ്ടോ? എന്നാലും ഞാനുണ്ടെന്ന് അറിയുന്നില്ലേ, അതാണ് സ്വയം പ്രകാശം. ഞാനിന്റെ ഉണ്മ ഞാൻ സ്വയം അറിയുന്നു. അത് മാറുന്നെന്ന് അറിഞ്ഞിട്ടല്ല. വേറൊരാൾ എൻ്റെ മുമ്പിൽ ഉണ്ടെന്ന് ഞാൻ പറയുമ്പോൾ എന്നിൽ നിന്ന് അന്യമായി അയാളെ അറിഞ്ഞിട്ട് ഞാൻ നിങ്ങളുണ്ട് അല്ലെങ്കിൽ അയാളുണ്ട് എന്ന് പറയുന്നു. അതുപോലെയാണോ ഞാനുണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നത്? അല്ല, ഞാനുണ്ട് എന്ന് ഞാൻ സ്വയം അറിയുന്നു. അവിടെ അറിയുന്ന ഞാനോ അറിയപ്പെടുന്ന വേറൊരു ഞാനോ രണ്ടില്ല. അവിടെ അറിയുന്നതും ഞാൻ, അറിയപ്പെടുന്നതും ഞാൻ. അങ്ങനെ അറിയാനും അറിയപ്പെടാനും രണ്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഒരു ഞാനല്ലേ ഉള്ളൂ. 2 ഞാനുണ്ടോ? ഏതാണ്ട് ഇതുപോലെയുള്ള ഒരു അനുഭവമാണ് ആത്മജ്ഞാനം. ഇവിടെ അറിയാനും അറിയപ്പെടാനും പ്രത്യേകം ഞാനുകളില്ല, എന്നാലും ഞാൻ എന്നെ അറിയുന്നു. അവിടെ അറിയാനും അറിയപ്പെടാനും ഒരു ഞാൻ തന്നെ ഇല്ല ആത്മാനുഭവത്തിൽ. അവിടെ അത് മാത്രമേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ സത്യം, ആത്മാവ്, പരബ്രഹ്മം, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ നിലയിൽ അറിയാമൈ കണ്ട് അറിந்து അതുവായി നിன்று നമുക്ക് പരമാവധി ബ്രഹ്മമായിട്ട് സ്ഥിതി ചെയ്യാം. ബ്രഹ്മത്തെ അറിയാൻ പറ്റില്ല. ഈ ബ്രഹ്മമായിട്ട് നിൽക്കുന്നതിനെയാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. അല്ലാതെ മാറി നിന്ന് ആ ബ്രഹ്മത്തെ അറിഞ്ഞത് കൊണ്ടല്ല. അതായി നിൽക്കുക, ഞാനായി നിൽക്കുന്നതിന് പകരം അതായി നിൽക്കുക, ഞാനിനെ വിട്ടിട്ട്. അതായി നിൽക്കുന്നതാണ് ആത്മജ്ഞാനം. അതായി തീരലാണ്, ഞാനിനെ വിടലാണ്. അറിந்து അതുവായി നിன்ற മറந்து അറിയാർ. ഈ ആത്മജ്ഞാനിക്ക് താൻ ആത്മാവാണ് എന്നുള്ള കാര്യം എപ്പോഴെങ്കിലും മറന്നു പോകുമോ? ഈ ഞാനിനെ നമ്മൾ എപ്പോഴെങ്കിലും മറക്കുന്നുണ്ടോ? ഞാൻ എന്നെ അറിയാതിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്, അതാണ് സുഷുപ്തി അല്ലെങ്കിൽ ബോധക്കേട്. മോഹാലസ്യത്തിലും ഞാനുണ്ട് എന്നുള്ള അറിവില്ല. ഇവിടെ ആത്മജ്ഞാനിക്ക് താൻ ആത്മാവാണ് എന്നുള്ള അറിവ് ഒരിക്കലും നഷ്ടമാകുന്നില്ല. അദ്ദേഹം എന്തെങ്കിലും അസുഖം ബാധിച്ച് അല്ലെങ്കിൽ തലയ്ക്ക് പ്രഹരമേറ്റ് കോമാ സ്റ്റേജിലാണെങ്കിലോ അപ്പോഴും ഉണ്ടാവും. കാരണം ഇത് തലച്ചോറിനെയോ ബുദ്ധിയെയോ ആശ്രയിച്ചുള്ള ഒരു അറിവല്ല, അതിനപ്പുറത്തുള്ള അറിവാണ്. അതുകൊണ്ട് തലയ്ക്കൊരു തട്ട് കിട്ടിയത് കൊണ്ട് അത് മറന്നുപോയില്ല. അതേ സമയത്തിൽ പഠിച്ച ഫിസിക്സും കെമിസ്ട്രിയും കണക്കും എക്കണോമിക്സും എല്ലാം പോകും. വലിയ ഡോക്ടർമാര് തലയടിച്ചു വന്ന് വീണിട്ട് അവർ പഠിച്ചത് മുഴുവൻ മറന്നുപോയിട്ടുണ്ട്. ഒരൊറ്റ വീഴ്ചയിൽ. എന്താ? മസ്തിഷ്കത്തിനേറ്റ പ്രഹരം. അത് മസ്തിഷ്കത്തിലുള്ള അറിവാണ്, ഇത് അതിനപ്പുറത്തുള്ളത്. അതുകൊണ്ട് ഒരു ആത്മജ്ഞാനിക്ക് ആത്മവിസ്മൃതി ഒരിക്കലും സംഭവിക്കില്ല. താൻ ആത്മാവാണെന്നുള്ള അറിവ് അദ്ദേഹത്തിന് ഒരിക്കലും നഷ്ടമാവില്ല. അത് മറന്നുപോകുന്ന ഒരു അറിവല്ല. ബുദ്ധിയിൽ കയറ്റിവെച്ച അറിവുകൾ മാത്രമേ മറന്നു പോവുകയുള്ളൂ. ബുദ്ധിക്ക് അതീതമായ അറിവ് ഞാൻ എന്നുള്ളത് അത് അറിവല്ല, അനുഭവമാണ്. ആത്മാനുഭവമാണ്, ആത്മജ്ഞാനമല്ല. ആത്മജ്ഞാനം എന്നൊക്കെ നമ്മൾ പറയുന്നു. മന്ദബുദ്ധികൾക്കും ഞാൻ എന്നുള്ള വിചാരമുണ്ട്, അറിയാമോ? അവന് ചിലപ്പോ ശാസ്ത്രശാഖകളൊന്നും പഠിച്ചാൽ മനസ്സിലാവില്ലായിരിക്കും. സ്വന്തം കാര്യങ്ങൾ നോക്കാനുള്ള ത്രാണിയും ഇല്ലാതെ വരുമായിരിക്കും. പക്ഷേ അവന്റെ ഉള്ളിലുള്ള ഞാൻ എന്നുള്ള അനുഭവത്തെ ഈ ബുദ്ധിയിൽ വരുന്ന ദോഷമുണ്ടല്ലോ, അത് ഒന്നും ചെയ്യില്ല. അവന്റെ ഉള്ളിൽ നമ്മുടെ ഉള്ളിലുള്ളത് പോലെ തന്നെ ഞാൻ ഉള്ളിലുണ്ടാവും. അയാൾക്ക് ആ മന്ദബുദ്ധി കുട്ടിയുണ്ടല്ലോ,
അതിന് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒന്ന് ചെയ്തു നോക്കൂ, അതിശക്തമായി പ്രതികരിക്കും. നമ്മൾ പ്രതികരിക്കുന്നതിൻ്റെ ഇരട്ടി പ്രതികരിക്കും. ദേഷ്യമൊക്കെ മന്ദബുദ്ധികളുടെ ദേഷ്യം കാണണം. അടിക്കുക, എന്താണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അവന് ഞാനെന്നുള്ള ഒരു ഭാവം ഉള്ളിലില്ലായിരുന്നെങ്കിൽ ഈ ദേഷ്യമൊക്കെ എങ്ങനെയാ പ്രകടമാവുന്നത്? അവന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ചെയ്യുമ്പോഴാണല്ലോ അവന് ദേഷ്യം വരുന്നത്. അപ്പൊ അവന്റെ ഉള്ളിൽ ആ ഞാനെന്നുള്ള ഭാവം എത്ര ശക്തമാണ്! ഭ്രാന്തന്മാരുടെ ഉള്ളിൽ ഈ ഞാൻ ശക്തമാണ്. ഈ ഞാൻ അങ്ങനെ എങ്ങനെയൊന്നും പോവില്ല, അത് ആത്മജ്ഞാനത്തിലൂടെയേ പോവൂ. അല്ലാതെ ഭ്രാന്ത് പിടിച്ചാവുന്നു ഈ ഞാൻ ഇല്ലാതാവുമെന്ന് വിചാരിക്കണ്ട. എന്നാൽ നമ്മുടെയൊക്കെ തലയ്ക്ക് ഒരു തട്ട് തട്ടി എപ്പോഴേ വട്ടന്മാരാക്കി വിട്ട് നമ്മളെയൊക്കെ ജ്ഞാനികളാക്കിയനെ. ഈ ഞാനിനെ മറന്നു പോകണം, അതാണല്ലോ ഉദ്ദേശ്യം. അഹങ്കാരത്യാഗം അങ്ങനെയൊന്നും പോവില്ല. ഈ ഞാൻ തലയ്ക്കടി കൊണ്ടൊന്നും അത് ഇല്ലാതാവില്ല. മറന്ന് അറിയാർ, അത് മറന്നുപോയിട്ട് പിന്നെ അറിയുക എന്നുള്ളതൊന്നുമില്ല. ഒരു ആത്മജ്ഞാനി എന്താ സാക്ഷാത്കരിക്കുന്നത്? നേരത്തെ ഞാൻ ആത്മാവല്ലായിരുന്നു, ഇല്ലെങ്കിൽ ആത്മജ്ഞാനം എനിക്ക് നേരത്തെ ഇല്ലായിരുന്നു, ഇപ്പൊ ഞാൻ ആ സത്യത്തെ സാക്ഷാത്കരിച്ചു, ഇപ്പൊ ഞാൻ ആത്മജ്ഞാനിയായി എന്നല്ല. ഞാൻ എന്നും ആത്മജ്ഞാനിയായിരുന്നു, ഞാൻ എന്നും ആത്മാവായിരുന്നു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ഞാൻ ആത്മാവായിരുന്നു, അതിനെ അറിയാതെ ഇരുന്നു എന്നുള്ള ഒരു ദോഷം, അല്ലെങ്കിൽ ഏതോ തരത്തിലുള്ള ഒരു മറ ഉണ്ടായി, അതുകൊണ്ട് അറിയപ്പെടാത്തതുപോലെ തോന്നി. പക്ഷെ അറിഞ്ഞു കഴിയുമ്പോൾ ആ മറയും വാസ്തവമല്ലായിരുന്നു എന്നാണ് സാക്ഷാത്കരിക്കുന്നത്. ഈ വിസ്മൃതി ഉണ്ടല്ലോ, ആത്മവിസ്മൃതി. ഞാൻ എന്നെ അറിയാതിരുന്നു, എന്തുകൊണ്ട്? അജ്ഞാനം കൊണ്ട്, അവിവേകം കൊണ്ട്. അങ്ങനെ ഒരു അവിവേകം പോലും വാസ്തവത്തിൽ എൻ്റെ സ്വരൂപത്തിൽ ഇല്ലായിരുന്നു എന്നാണ് ഒരു ആത്മജ്ഞാനി സാക്ഷാത്കരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്നും ആത്മാവാണ്, ഞാൻ എന്നും ജ്ഞാനസ്വരൂപിയാണ് എന്നാണ് അറിയുന്നത്. മറന്ന് അറിയാർ, അത് മറന്നു പോകുന്ന പ്രശ്നവുമില്ല, പുതിയതായി അറിയപ്പെടുന്ന പ്രശ്നവുമില്ല. അത് പണ്ടേക്ക് പണ്ടേ ഉള്ളത്, എന്നും നമ്മുടെ അനുഭവ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്, ഇപ്പോഴും ഉള്ളത്, ഇനിമേലും ഉണ്ടാവും. അതാണ് ആത്മാവിൻ്റെ അമരത്വം. അത് ജനിച്ചിട്ടേ ഇല്ല, വളർന്നിട്ടില്ല, ശരീര മനോബുദ്ധികളുമായിട്ടൊന്നും അതിന് യാതൊരു ബന്ധവുമില്ല. മരണം എന്നുള്ളത് അതിനറിയില്ല. സത്യത്തിന് അറിഞ്ഞുകൂടാത്ത ഒരു വാക്കേ ഉള്ളൂ, മരണം അല്ലെങ്കിൽ നാശം. അതെന്താണ്? മരണത്തിന് സത്യം എന്നുള്ളത് എന്താണെന്നും അറിയില്ല. ജഡത്തിന് ബോധത്തെയോ ബോധത്തിന് ജഡത്തെയോ അറിയില്ല. പക്ഷേ എല്ലാ ജഡങ്ങളെയും അറിയുന്നത് ബോധമല്ലേ? അതെന്തുകൊണ്ട്? അജ്ഞാനദശയിൽ ഈ ജഡവും അന്തിമമായി ബോധം തന്നെ എന്ന് പറഞ്ഞാൽ ജഡമില്ല എന്നർത്ഥം. ഒരൊറ്റ ചിത്ത് മാത്രമേ ഇവിടെ ഉള്ളൂ. മറന്നറിയാർ വാഴാതെ വാഴ്ന്ന്, അവർ ജീവിക്കാതെ ജീവിക്കുന്നവരാണ്. വാഴുക എന്ന് പറഞ്ഞാൽ ജീവിക്കുക. ജീവിക്കാതെ ജീവിക്കുന്നവർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എങ്ങനെയാ ജീവിക്കുന്നത്? ഞാൻ ജീവിക്കുന്നു, ഞാൻ പല കർമ്മങ്ങളും ചെയ്യുന്നു, പലതും നേടുന്നു, പലതും നഷ്ടമാകുന്നു, ഞാൻ സുഖിക്കുന്നു, ദുഃഖിക്കുന്നു, ഇങ്ങനെയുള്ള ഭാവങ്ങളിലാണല്ലോ. ഞാനിനെ വെച്ചുകൊണ്ടുള്ള ജീവിതമല്ലേ നമുക്ക്. അവർ ഞാനെന്നുള്ള ഭാവത്തെ വിട്ടിട്ട് ജീവിക്കുന്നു. അത് ജീവിതമോ ജീവിതമല്ലായ്മയോ എന്ന് നിങ്ങൾ തീരുമാനിച്ചു. ഞാനിനെ വിട്ടിട്ടുള്ള ജീവിതം. ഓ, ഞാൻ എന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ജീവിതം? അവിടെ ആരാ ജീവിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കില്ലേ? ഞാനിനെ വിട്ടിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ജ്ഞാനിയാകൂ, മനസ്സിലാകും. ഉള്ളിൽ ഞാൻ എന്നുള്ള വ്യക്തിത്വം എന്നേക്കുമായി ഒടുങ്ങുന്നു. പക്ഷേ അവരുടെ ശരീരം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നു. അവർ നമ്മോട് സംസാരിക്കുന്നു, നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്നു. ഉള്ളിൽ ഞാൻ എന്നുള്ള ഭാവമില്ല. പിന്നെ എങ്ങനെ ഈ സംസാരം? ഒന്നും ചോദിക്കരുത്, ഈശ്വരൻ അവരിലൂടെ സംസാരിക്കുന്നു. എപ്പോഴും സംസാരിച്ചിട്ടുള്ളത് ഈശ്വരൻ മാത്രമാണ്. ഞാൻ സംസാരിച്ചു, അവൻ സംസാരിച്ചു, ഞാൻ പറഞ്ഞത് അവൻ കേട്ടു, അവൻ പറഞ്ഞത് ഞാൻ കേട്ടു. ഇതൊക്കെ നമ്മുടെ അജ്ഞതയാണ്. ഇവിടെ സംസാരിക്കുന്നതും കേൾക്കുന്നതും ഈശ്വരൻ മാത്രം. രണ്ടാമതൊന്നില്ല. ഇനിയിപ്പോൾ ആര് സംസാരിക്കാൻ, ആര് കേൾക്കാൻ? പറയാനും കേൾക്കാനും രണ്ടുപേരില്ലല്ലോ. പറച്ചിൽ എന്ന് പറയുന്നത് നാവ് എന്നുള്ള ഉപകരണത്തെയും ബുദ്ധി, മനസ്സ് തുടങ്ങിയ ആന്തര ഉപകരണങ്ങളെയും ആശ്രയിച്ചാണ്. ഈ സത്യത്തിൽ ഈ പറഞ്ഞ ഒന്നുമില്ലല്ലോ. വ്യക്തിത്വമില്ല, വ്യക്തിത്വം സങ്കല്പം കൊണ്ട് ആശ്രയിക്കുന്ന ഉപകരണങ്ങളുമില്ല. ഒക്കെ മിഥ്യ, ഒരു മായ. അതിനകത്ത് ഈ കളി അനാദിയായി നടക്കുന്നു. അനന്തമായത് തുടരുകയും ചെയ്യും. നമുക്കിത് വേണോന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഇത് തുടർന്നു കൊണ്ടുപോകണോ? ഈ ദുഃഖമയമായ ഭൗതിക നിലനിൽപ്പ്, ജീവിതം തുടർന്നു കൊണ്ടുപോകണോ? ഒരൊറ്റ ചോദ്യം. അല്ലല്ല,
ഇത് ദുഃഖമയമൊന്നുമല്ല, വളരെ സുഖമായിട്ടാണ് ഞാൻ കഴിയുന്നത്. അജ്ഞതയാണ് അവനെ കൊണ്ട് പറയുന്നത്. അജ്ഞത. ഈ സുഖം ദുഃഖമായി മാറാൻ എത്ര സമയം വേണം? എത്ര സമയം വേണം? ഒരാൾ പറയുന്നു, എൻ്റെ ജീവിതം പോക്കാണ്, എനിക്കിതിൽ നിന്നിനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല, തകർന്നു, കുടുംബം തകർന്നു, സ്വത്തൊക്കെ പരാധീനമായി, ഇനി രക്ഷയില്ല, ഐ ആം ഡൂംഡ് എന്ന് പറയുന്ന ഒരുത്തൻ എന്തോ ഒരു ഭാഗ്യം വന്നിട്ട് കോടീശ്വരനായി, പണ്ടത്തെക്കാളും ഭംഗിയായി ജീവിക്കുന്നു, കെങ്കേമനായി ജീവിക്കുന്നു. എൻ്റെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞ ആളാണ്. ഒരാളുടെ മരണം സംഭവിക്കുമ്പോൾ എനിക്കിനി ആരുമില്ലേ, എൻ്റെ ജീവിതം പോക്ക്. ആരുടെ ജീവിതവും ആരും കൊണ്ടുപോവില്ല. നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കാൻ നിങ്ങൾ ബോധപൂർവം ശ്രമിച്ചാലേ പറ്റൂ. എനിക്ക് ഈ ജീവിതം തുറന്നു കൊണ്ടുപോകണ്ട. ശരീരവും മനസ്സുമായി ബന്ധപ്പെട്ട് ഈ ലോകത്തിൽ ഇങ്ങനെ കർമ്മം ചെയ്തുകൊണ്ട് ഇടയ്ക്ക് ചിരിച്ചും ഇടയ്ക്ക് കരഞ്ഞും ആ ഏർപ്പാട് വേണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചാലല്ലാതെ നമ്മുടെ ജീവിതം നമ്മ വിട്ടു പോവില്ല. ഇവിടെ തീർന്നാൽ വേറൊരു സ്ഥലത്ത് പൊന്തും. ഈ ശരീരം ഉപേക്ഷിച്ചാൽ വേറൊരു ശരീരം സ്വീകരിക്കേണ്ടി വരും. അത് വേണോ വേണ്ടയോ എന്ന് നേരത്തെ തീരുമാനിക്കുക, അതിനുള്ള യത്നം ചെയ്യുക. വാഴാതെ വാഴ്ന്ന എന്നുള്ളതിനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ജീവിക്കാതെ ജീവിക്കുന്നു, അഹംബോധമില്ലാതെ ജീവിക്കുന്നു എന്നർത്ഥം. വാഴ്ന്ന വെറും പാഴ്വിളയുന്ന. ഈ ആത്മാവിനെ കുറിച്ച് എന്താ പറയുന്നത്? അവർ ആത്മജ്ഞാന നേടുമ്പോൾ വിശേഷിച്ച് ഒന്നിനെയും അറിയുന്നുമില്ല, ഒന്നിനെയും മറക്കുന്നുമില്ല. വാസിഷ്ഠൻ പറയുന്നത് സർവവിസ്മരണം. അതാണ് ആത്മജ്ഞാനത്തിനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം. എല്ലാറ്റിനെയും മറന്നേക്കൂ, മറക്കുന്നവനെയും മറന്നേക്കൂ. എല്ലാം മറന്നാലും ഞാൻ എല്ലാം മറന്നു, ഇപ്പൊ ഒന്നും എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല എന്നൊരാൾ ബാക്കി നിൽക്കില്ലേ? അവനെയും മറന്നുപോകും. സർവവിസ്മരണം എന്നാണ് പറയുന്നത്. അതാണ് തടസ്സം. മറക്കുന്നവൻ തടസ്സം, ഓർമ്മിക്കുന്നവൻ തടസ്സം, ചെയ്യുന്നവൻ തടസ്സം, കാണുന്നവൻ, കേൾക്കുന്നവൻ, ചിരിക്കുന്നവൻ, കരയുന്നവൻ, സുഖിക്കുന്നവൻ, ദുഃഖിക്കുന്നവൻ, ഇതിലൊക്കെ കിടന്ന് കളിക്കുന്നത് ഒറ്റ ഞാനല്ലേ? അവനാണ് തടസ്സം ഈ ആത്മജ്ഞാനത്തിന്, വേറെ ആരുമല്ല. എൻ്റെ തടസ്സം ഞാൻ തന്നെ. ഞാൻ എൻ്റെ കണ്ണുകളെ സ്വന്തം കൈകൊണ്ട് മറച്ചിരിക്കുന്നു, എന്നിട്ട് നിലവിളിക്കുകയാണ് എനിക്കൊന്നും കാണാൻ വയ്യേന്ന്. സുഹൃത്തെ, ആ കൈയൊന്നെടുത്ത് മാറ്റൂ. അപ്പോഴും ഒന്നും കാണുന്നില്ല. കൺപോളകൾ തുറക്കൂ, തുറക്കാൻ പറ്റുന്നില്ല, വേദനിക്കും. ഒരു വേദനയും ഉണ്ടാവില്ല. പതുക്കെ തുറക്കൂ. കണ്ണ് തുറന്നപ്പം എത്ര രസം, വേദനിച്ചേയില്ല എന്ന് പറഞ്ഞാൽ ജ്ഞാനദൃഷ്ടി തുറക്കുന്നതാണ്. അതിന് പ്രപഞ്ചത്തിലേക്കുള്ള ദൃഷ്ടി അടയണം. ശ്രദ്ധ ബഹിർമുഖമാകാതെ അന്തർമുഖമാകണം. അപ്പോഴാണ് ജ്ഞാനദൃഷ്ടി തുറക്കുകയും പ്രപഞ്ചദൃഷ്ടി മൂടുകയും അടയുകയും ചെയ്യുന്നത്. വെറും പാഴ്വിളയുന്ന സുഖം ചൊല്ലിൽ. പാഴ്വിളയുന്ന, പാഴെന്ന് പറഞ്ഞാൽ ശൂന്യത, തരിശു ഭൂമി എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ? ഒന്നും നട്ടാ പിടിക്കില്ല, ഒരു വിളവും അതിൽ നിന്ന് കിട്ടില്ല. തരിശു ഭൂമി. അവന്റെ ജീവിതം പാഴാണ് എന്ന് പറയില്ലേ? പാഴ്ഭൂമി, മരുഭൂമി, ഊഷരഭൂമി, വെറും മണൽ പ്രദേശം, അതിൽ ഒരു ചെടിയും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആ പാഴ്ഭൂമിയാണ് ബ്രഹ്മം. അയ്യോ, ഈശ്വരനെ വെറും മരുഭൂമി എന്നാണ് പറയുന്നത്. പാഴ്ഭൂമി. എന്തുകൊണ്ട്? അതിലൊന്നുമില്ല. മരുഭൂമി എന്ന് പറയുന്നതിന്റെ പുറകിൽ വേറൊരു ഉദ്ദേശമുണ്ട്. ആ ഒന്നുമില്ലാത്ത മരുഭൂമിയിലാണല്ലോ ഗംഭീരമായ കാനൽ ജലം ഭ്രമരൂപത്തിൽ പ്രകടമാകുന്നത്, ഈ പ്രപഞ്ചമാകുന്ന കാനൽ ജലം. അപ്പൊ അത് മരുഭൂമി ആയാലല്ലേ പറ്റൂ. തരിശു ഭൂമി, ഒന്നുമില്ല അതിൽ. പക്ഷേ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ അതിലാണ് നിലനിൽക്കുന്നത്. അതിൽ ഉദിച്ച്, അതിൽ നിലനിന്ന്, അതിൽ തന്നെ അസ്തമിക്കുന്നു. എന്നാലും അതിൽ ഒന്നുമില്ലാത്തത് കൊണ്ട്, ഒരു പ്രപഞ്ച വസ്തുക്കളും അതിൽ യഥാർത്ഥത്തിൽ ഇല്ലാത്തത് കൊണ്ട്, ഒക്കെ ഭ്രമരൂപത്തിൽ, മിഥ്യാരൂപത്തിൽ മാത്രം അതിൽ ആരോപിക്കപ്പെടുന്നവയായതുകൊണ്ട് അത് പാഴ്ഭൂമിയാണ്. ആത്മാവ് അല്ലെങ്കിൽ ഈശ്വരൻ, അതാണ് വെറും പാഴ് വിളയുന്ന സുഖം. ആ പാഴ്ഭൂമിയിലാണ് അഖണ്ഡമായ സുഖം അനുഭവപ്പെടുന്നത്. അത് പാഴ് എന്ന് പറഞ്ഞാലും അത് ആനന്ദ സ്വരൂപമാണ്. മരിക്കാത്തതാണ്, ജനിക്കാത്തതാണ്, ഒരു മാറ്റത്തിനും വിധേയമാകാത്തതാണ്. പാഴ് എന്നോട്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അതിൽ വേറൊന്നുമില്ല. അത് കാലിയാണ്,
ശൂന്യമാണത്, എന്നാൽ പൂർണ്ണവുമാണ്. പൂജ്യം പോലെയാണ്. എന്താണ് പൂജ്യം? ഒന്നുമല്ലാത്തത്. പൂജ്യത്തെ നിർവചിക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? അത് ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, പത്തല്ല, നൂറല്ല, ആയിരമല്ല, ലക്ഷമല്ല, കോടിയല്ല, എന്തൊക്കെ സംഖ്യകളുണ്ടോ അതൊന്നുമല്ല. അങ്ങനെയുള്ള ഒന്ന്, അതാണ് പൂജ്യം. അതിനൊരു പേര് കൊടുത്തു. അതും നമ്മുടെ ഭാരതീയരാണ് കണ്ടുപിടിച്ചത്, പൂജ്യം. ആ വാക്കിന്റെ അർത്ഥം എന്താ? പൂജിക്കപ്പെടേണ്ടത് എന്നാണ്. പൂജ്യപാദ സ്വാമികൾ, അദ്ദേഹം പൂജ്യനാണ്, സംപൂജ്യനാണ് എന്ന് പറഞ്ഞാൽ വട്ടപൂജ്യൻ എന്നല്ല, ആരാധിക്കപ്പെടേണ്ടവൻ, പൂജിക്കത്തക്കവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഈ പൂജ്യവും പൂജിക്കപ്പെടേണ്ടതാണ്. എന്തുകൊണ്ട്? മറ്റ് സംഖ്യകളെയൊക്കെ നോക്കൂ, ഒരറ്റത്ത് തുടങ്ങി വേറൊരറ്റത്ത് അവസാനിക്കും. രണ്ടഗ്രങ്ങളുണ്ട്. ഒന്നെടുക്കൂ, രണ്ടെടുക്കൂ, മൂന്നെടുക്കൂ, നാലെടുക്കൂ, എല്ലാത്തിനും ഫ്രീ എൻഡ്, സ്വതന്ത്രമായ അഗ്രങ്ങളുണ്ട്. പൂജ്യത്തിന് അഗ്രങ്ങളില്ല. തുടങ്ങിയിടത്ത് അവസാനിക്കും. പൂർണ്ണമാണ്, പൂർണ്ണമാണ്. അതിനെ ഒന്ന് നോക്കൂ. ഈ പൂജ്യം ഒന്നുമില്ലാത്തതെന്ന് പറയുമ്പോഴും മറ്റ് സംഖ്യകൾക്കില്ലാത്ത ഒരു പ്രത്യേകതയില്ലേ? അതിനെ എഴുതുമ്പോൾ ഇങ്ങനെ തുടങ്ങി ഒരു വട്ടം, ഒരു സർക്കിൾ. ഇതാണ് പൂജ്യം. ഈ സവിശേഷത വേറെ ഏതെങ്കിലും സംഖ്യയ്ക്കുണ്ടോ? ഇനി ഇത് പൂജ്യമാണ് എന്നുള്ളതിന് തെളിവ് പറയാം. ഒന്നിന്റെ വലതുവശം ഒരു പൂജ്യം ചേർത്താൽ ഒന്ന് ഒന്നല്ല, പത്തിരട്ടിയായി 10. വിലയില്ലാത്ത ഇതേ പൂജ്യം ഒന്നുകൂടെ ചേർത്തു 100, 10ന്റെ 10 ഇരട്ടി. ഈ പൂജ്യത്തിനാണോ നിങ്ങൾ വിലയില്ല എന്ന് പറയുന്നത്? അതാണോ ശൂന്യം എന്ന് പറയുന്നത്? ഒന്നിന്റെ വലതുവശത്തിടൂ, 10 ഇരട്ടി 10 ഇരട്ടിയായി മാറും. പക്ഷെ ഒന്നിന്റെ ഇടതുവശത്തിട്ടാൽ 0 എന്ന് പറഞ്ഞാൽ 1, 0 0 1, അപ്പോഴും ഒന്ന് തന്നെ. ആ ഒന്നിന്റെ വിലയേ ഉള്ളൂ. ഇടതുവശത്തിട്ടാൽ വലതുവശത്തിടൂ, അപ്പോൾ അത് ഓരോ 0 ചേർക്കുമ്പോഴും സംഖ്യയുടെ മൂല്യം 10 10 ഇരട്ടിയായി വരും, 10 മടങ്ങാവും. വെറും പാഴ് വിളയുന്ന സുഖം, സുഖസ്വരൂപമാണ് ആത്മാവ്. എന്നാൽ പാഴാണ്, ശൂന്യമാണ്. അതിൽ മറ്റൊന്നും ഇരിപ്പില്ല. അങ്ങേയറ്റം കാലിയാണ്, ഒഴിഞ്ഞതാണത്. പ്രകാശം പോലെ. എന്താണ് പ്രകാശം? പ്രകാശമല്ല, പ്രകാശിക്കൊണ്ടുവിടെ. പ്രകാശം, പ്രകാശത്തെ കാണാൻ കഴിയുമോ? നമ്മൾ പറയും കാണുന്നു എന്നാണ്. നമ്മൾ ഇന്നേ വരെ കാണാത്തത് പ്രകാശത്തെയാണ്. പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ വസ്തുക്കളെ കാണുന്നു. ഈ മുറിയിൽ പ്രകാശമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ പ്രകാശത്തെ തനിച്ച് കണ്ടിട്ടല്ല, വസ്തുക്കളെ കാണാൻ പ്രകാശം ആവശ്യമാണ്. വസ്തുക്കളെ ഞാൻ വ്യക്തമായി കാണുന്നു എന്നുള്ളത് കൊണ്ട് പ്രകാശത്തിന്റെ ഉണ്മയെ ഞാൻ അനുമാനിക്കുകയാണ് ചെയ്യുന്നത്, ഊഹിക്കുകയാണ് ചെയ്യുന്നത്. പ്രകാശത്തെ മാത്രമായി കണ്ട ആരെങ്കിലും ഉണ്ടോ? കാണാൻ സാധ്യമാണോ? ഇല്ല. പ്രകാശത്തെ അറിയാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. കാണിച്ചു തരുന്നതേതോ അത് പ്രകാശം. കണ്ണിന് കാണാനുള്ള കഴിവുണ്ടാകുന്നത് പ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ്. ഈ കണ്ണുകൊണ്ട് ആ പ്രകാശത്തെ എങ്ങനെ കാണാൻ പറ്റും? പ്രകാശത്തിൽ വസ്തുക്കളെ കാണാം, പ്രകാശത്തെ കാണാൻ പറ്റില്ല. സാധാരണ ഭൗതിക പ്രകാശത്തിന്റെ തന്നെ സ്ഥിതി ഇതാണെങ്കിൽ ആത്മപ്രകാശത്തിന്റെ കാര്യം വിശേഷിച്ചു പറയണോ? അത് അറിയപ്പെടില്ല. എന്തുകൊണ്ട്? എന്നും അത് അറിയുന്നവന്റെ സ്വരൂപമായിരിക്കുന്നു. അറിയുന്നവൻ അറിയപ്പെടില്ല, നിയമമാണ്. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെന്ന് പറയാം, ആരുമായിട്ട് വേണമെങ്കിലും തർക്കിക്കാം. യാജ്ഞവൽക്യനാണ് അതിനുള്ള കരുത്ത് നൽകുന്നത്. അരേ മൈത്രേയി വിജ്ഞാതാരം കേന വിജാനീയാത്. ഇതിനപ്പുറം ഒരു പ്രസ്താവനയുണ്ടോ സത്യത്തെ വിവരിച്ചു തരുന്ന? എടോ മൈത്രേയി, എടോ ഭാര്യയെ എന്നാണ് വിളിക്കുന്നത്. അറിയുന്നവനെ എങ്ങനെ അറിയും? അറിയുന്നവൻ എങ്ങനെ അറിയപ്പെടും? എപ്പോഴും അറിയുന്നവനാണ് ആത്മാവ്. അവൻ അറിവിന് വിഷയമാവുകയില്ല. അതുകൊണ്ട് ആത്മാവിനെ അറിയാൻ നോക്കണ്ടെന്ന്. പിന്നെ എന്താ അറിയുക? അറിയപ്പെടാതെ അറിയുന്നവന്റെ എല്ലാം എവിടെയൊക്കെ അറിയുന്നവനുണ്ടോ ആ അറിയുന്നവന്റെ അധിഷ്ഠാനമായി നിൽക്കുന്നത് ഏതോ അതാണ് ആത്മാവ്. അതിനെ വിശേഷിച്ച് അറിഞ്ഞു കളയാമെന്ന് വിചാരിക്കണ്ട, അബദ്ധമാണ്. അതിന്റെ ഒരു പ്രകടനമാണ് അറിവ്. ഈ ആത്മസ്വരൂപം എന്ന് പറയുന്നത് എല്ലായിടത്തും അറിയുന്നവനാണ്. എപ്പോ? ജീവന്റെ തലത്തിൽ വരുമ്പോൾ ഈ ജീവൻ ബ്രഹ്മം തന്നെ, ജീവൻ അറിയുന്നവനാണല്ലോ. ആ അറിയുന്നവന്റെ അധിഷ്ഠാനമായി ഈ സത്യമുണ്ട്. അതിനെ ആരറിയും? അറിയുന്നവന്റെ പ്രകടനമാണ്, അറിവിന്റെ പ്രകടനമാണ് അറിയുന്നവൻ, ജീവഭാവം. അതുകൊണ്ട് ഇതിനെ എങ്ങനെ അറിയും? അറിവ് എന്ന് പറഞ്ഞാൽ ജഡമായ അറിവല്ല, എല്ലാ അറിവുകളെയും അറിയിച്ചു തരുന്ന അറിവാണ്. അതെങ്ങനെ ജഡമായ അറിവാകും? ഇപ്പൊ എനിക്ക് രസതന്ത്രത്തെക്കുറിച്ചുള്ള അറിവുണ്ട്, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചുള്ള അറിവുണ്ട്. അതൊക്കെ വിഷയങ്ങളാണ്, ഒരു പാഠ്യ വിഷയമാണ്.
ആ വിഷയത്തെക്കുറിച്ചുള്ള അറിവ് എനിക്കുണ്ടെന്നാണ് പറയുന്നത്. ആ അറിവിനെ പ്രകാശിപ്പിക്കുന്ന അറിവാണ് ഈ ആത്മാവ്. എല്ലാ അറിവുകളെയും പ്രകാശിപ്പിക്കുന്നതാണത്. അപ്പോ അത് പാഴാണെങ്കിലും വിളൈന്ത സുഖം ചൊല്ലിൽ, ആ ആത്മാനുഭൂതി എന്താണ് എന്ന് പറയാൻ ഒരുമ്പെട്ടാൽ, ശ്രമിച്ചാൽ അത് ഏതുപോലെയാണെന്നറിയാമോ? അതിനെ പറയാൻ പറ്റില്ല എന്ന് പറയുന്നതിന് പകരമാണ് ഇങ്ങനെ പറയുന്നത്. ഈ ആത്മസുഖം, ആത്മാനന്ദം എന്ന് പറയുന്നത് എന്താണ് എന്ന് വിവരിക്കാൻ ശ്രമിച്ചാൽ, വെളിയെ പടിയാൽ അളന്തറിയും ആ പോലവാം. വെളിയെ പടിയാൽ, വെളി ആകാശം എന്ന വെളിമുതലാകിയ വിഭൂതി അഞ്ചുമോർത്താൽ, വെളിമുതലായ വിഭൂതി അഞ്ചുമോർത്താൽ പരവെളി തന്നിൽ ഉയർന്ന ഭാനുമാന്തൻ തിരുവുരുവാകും. പരവെളി തന്നിൽ ഉയർന്ന ഭാനുമാന്തൻ തിരുവുരുവാണെന്നറിഞ്ഞു തേറിടേണം. ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശത്തിൽ പറയുന്നതാണ്. വെളിയിലിരുന്നു വിവർത്തമെങ്ങു കാണും വെളിമുതലായ വിഭൂതി അഞ്ചുമോർത്താൽ പരവെളി തന്നിൽ ഉയർന്ന ഭാനുമാന്തൻ തിരുവുരുവാണ്, കണ്ടു തേറിടേണം എന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് ഉറപ്പില്ല. തിരുവുരുവാണ് അതെന്ന് കണ്ടു തേറിടണം, അങ്ങനെ എന്തോ ആണ്. എന്തായാലും കാര്യം മനസ്സിലാക്കിയാൽ മതിയല്ലോ. വെളി മുതലായ വിഭൂതി അഞ്ചും, ആകാശം തുടങ്ങിയ വിഭൂതി പഞ്ചഭൂതങ്ങൾ ഓർത്താൽ, നല്ലപോലെ ചിന്തിച്ചാൽ, വിശകലനം ചെയ്താൽ, വെളിമുതലായ വിഭൂതി അഞ്ചും ഓർത്താൽ എന്താ അല്ലെ, വെളിയിലിരുന്നു വിവർത്തമെങ്ങു കാണും. അതാണ് തുടക്കം. വെളിയിൽ, ആകാശത്തിലാണ് വിവർത്തരൂപമായ പ്രപഞ്ചം കാണപ്പെടുന്നത്. വെളിയിലിരുന്ന് വിവർത്തമെങ്ങു കാണും വെളിമുതലാകിയ ഭൂതി അഞ്ചുമോർത്താൽ, വെളിമുതലായ വിഭൂതി അഞ്ചുമോർത്താൽ, ഈശ്വരന്റെ വിഭൂതിയാണ് പഞ്ചഭൂതങ്ങൾ. അതിന്റെ സമാഹാരമാണ് ദൃശ്യപ്രപഞ്ചം. അതിനെ നേരെ വിശകലനം ചെയ്താൽ പരവെളി തന്നിൽ ഉയർന്ന ഭാനുമാൻ, പരവെളി എന്ന് പറഞ്ഞാൽ ചിദാകാശം. ആ ചിദാകാശത്തിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനാണ് ബോധസൂര്യൻ, ചിത് സൂര്യൻ. അദ്ദേഹത്തിന്റെ തിരുവുരുവാണ് എന്ന് കണ്ട് തിരഞ്ഞ് തേറിടേണം. ഭഗവാന്റെ വിഭൂതി, ഭഗവാന്റെ പ്രകടനമാണ് ഈ പഞ്ചഭൂതങ്ങളും പഞ്ചഭൂത നിർമ്മിതമായ പ്രപഞ്ചവും. അത് കണ്ട് തേറണം എന്ന് പറഞ്ഞാൽ നന്നാവണം. ഒന്ന് നന്നാവണം. നമ്മളൊക്കെ ഇപ്പൊ ഇരിക്കുന്നത് പോലെ പോരാ, കുറച്ചുകൂടെ നന്നാവണം. എടാ ഒന്ന് നന്നാവണ്ടേടാ നിനക്ക് എന്നൊക്കെ ചോദിക്കാറില്ലേ? അതുപോലെയാണ്. തിരഞ്ഞ് അന്വേഷിച്ച് തേറിടേണം, നന്നാകണം. ഈ ആത്മജ്ഞാനം അതൊരു പരീക്ഷയാണ്. അതിൽ നമ്മൾ 100ന് 100 വാങ്ങിക്കണം എന്നാണ്. ഫസ്റ്റ് ക്ലാസ്സും ഡിസ്റ്റിങ്ഷനും ഒന്നുമല്ല, 100ന് 100. അപ്പൊ ഈ ആത്മജ്ഞാനത്തെ അല്ലെങ്കിൽ ആത്മാനന്ദത്തെ വിവരിക്കാൻ ശ്രമിക്കുന്നത് വെളിയെ പടിയാൽ അളന്തറിയും ആ പോലവാം. വെളിയെ, ആകാശത്തെ എന്ന് പറഞ്ഞാൽ സ്ഥലം, ഇടം. എനിക്ക് 5 ഏക്കർ സ്ഥലമുണ്ട്, ആ സ്ഥലമല്ല, ഇടം, സ്പേസ് എന്ന് നമ്മൾ പറയുന്നില്ലേ, ആ വെളിയെ പടിയാൽ. പടി എന്ന് പറയുന്നത് ഒരു അളവ് ഉപകരണമാണ്. നമ്മൾ നാഴി, പറ എന്നൊക്കെ പറയാറില്ലേ? ഒരു പടിയും കിറവുള്ളൂ തീരുമാനം സാർ. ഒരു പടി അരിശി എന്ന് പറഞ്ഞാൽ എത്രയാണ്? നിശ്ചയമില്ല. 5 നാഴിയോ? 5 നാഴിയാണെങ്കിൽ രണ്ടിടം കഴിയുന്നുള്ള കണക്ക് തെറ്റും. 2 ഇടം കഴിയെന്ന് പറഞ്ഞാൽ 8 നാഴിയാവും. 5 നാഴിയോ 8 നാഴിയോ? ധാന്യം അളക്കാനുള്ള ഒരു ഉപകരണമാണ് ഈ പടി. പണ്ട് 1 പടി അരിശി, 1 പടി ഗോതമ്പ്, 1 പടി പഞ്ചസാര, അല്ലെങ്കിൽ 2 പടി, അങ്ങനെയൊക്കെയാണ് തമിഴ്നാട്ടിലെ തമിഴ് വാക്കാണ്. വെളിയെ, ഈ ആകാശത്തെ, ഈ അളവ് ഉപകരണം ഉണ്ടല്ലോ, അളക്കാനുള്ള പടി എന്നുള്ള ഉപകരണം, ആകാശത്തെ ഈ പറയോ നാഴിയോ പടിയോ കൊണ്ട് അളക്കുന്നത് പോലെയാണ് ആ സത്യത്തെ വർണ്ണിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആത്മാനന്ദത്തെ വിവരിക്കാൻ ശ്രമിക്കുന്നത്. നടക്കുവോ? ധാന്യം അളക്കുന്നത് പോലെ സ്പേസ് ഇങ്ങനെ അളന്നളന്ന് ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇടാൻ പറ്റുമോ? വെളിയെ പടിയാൽ അളന്നറിയും, അളന്ന് അറിയാൻ ശ്രമിക്കുന്നത് പോലെ. ഈ മുറിയിൽ എത്ര ആകാശമുണ്ട്? വേറൊരു വലിയ കുട്ട കൊണ്ടുവരൂ, അല്ലെങ്കിൽ വലിയ പാത്രം കൊണ്ടുവരൂ, ഞാൻ നാഴി കൊണ്ട് അളന്നളന്നളന്ന് ഈ മുറിക്കകത്ത് എത്ര നാഴി ആകാശമുണ്ട് എന്ന് പറഞ്ഞു തരാം എന്ന് പറയുന്നത് പോലെയാണ്. നടക്കുന്ന കാര്യമാണത്. ആകാശത്തെ അളക്കാൻ പറ്റുമോ? സ്കെയിൽ കൊണ്ട് അളന്നാൽ കിട്ടുമോ? ലിറ്റർ പാത്രം കൊണ്ട് അളന്നാൽ കിട്ടുമോ? ശരി, അളക്കാനോ പറ്റുന്നില്ല. വെയിറ്റ് എടുക്കാൻ പറ്റുമോ? തൂക്കി നോക്കാൻ പറ്റുമോ ത്രാസില്? അതിന്റെ സൂക്ഷ്മത കാരണമായി
അതിനെ അളക്കാൻ സാധ്യമല്ല. അമേയം എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. മേയം എന്നുള്ള സംസ്കൃത പദത്തിന്റെ അർത്ഥം അളക്കാൻ കഴിയുന്നത് എന്നാണ്. അളക്കപ്പെടുന്നത്, അളക്കാൻ സാധിക്കുന്നത്. അമേയം, അമേയാത്മാ മഹാധൃതി. വിഷ്ണു സഹസ്രനാമത്തില് അമേയാത്മാ മഹാദ്യുതി. ഒരു പേര്, ഭഗവാന്റെ പേര്, അളക്കാൻ കഴിയാത്തവൻ, അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തവൻ. അദ്ദേഹത്തെയാണ് നമ്മുടെ ഈ ബുദ്ധിക്കകത്ത് നമ്മൾ അളന്ന് തിട്ടപ്പെടുത്തി കളയാമെന്ന് തീരുമാനിക്കുന്നത്. എത്ര അബദ്ധം! അപ്പോ വെളിയെ പടിയാൽ അളന്തറിയും ആ പോലെ ആം. ആകാശത്തെ നാഴി കൊണ്ടോ പറ കൊണ്ടോ അളന്ന് തിട്ടപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെ നിരർത്ഥകം, പരിഹാസ്യം. മറ്റുള്ളവർക്ക് കണ്ടാൽ ചിരി വരും. നമ്മൾ വിഡ്ഢിയാണെന്ന് അവർ ഉടനെ തന്നെ മുദ്ര കുത്തും. അതുപോലെ ഞങ്ങളെ വിഡ്ഢികളാക്കരുത്. ഞങ്ങൾ വിഡ്ഢികളാകാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ബുദ്ധിശാലികളാണ്, ബുദ്ധിക്ക് അപ്പുറത്ത് പോയ ബുദ്ധിശാലികളാണ്. ഞങ്ങൾ ആ സത്യത്തെ വർണ്ണിക്കാൻ സമർത്ഥരല്ല. അതൊരു പരാജയമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പറയാൻ പറ്റാത്തതിനെ എങ്ങനെ പറയും? പറയാൻ കഴിയാത്തതിനെ പറ്റി പറയുവതെങ്ങനെ പറയാൻ കഴിയാത്തതിനെ പറ്റി പറയുവതെങ്ങനെ പരമാർത്ഥം. പൂർണ്ണാനുഭൂതി എന്നൊരു ഗ്രന്ഥമുണ്ട്. നമ്മുടെ ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ കൊല്ലത്തുള്ള ഒരു ശിഷ്യനുണ്ട്, സ്വാമിജി. പൂർണ്ണാനുഭൂതി അല്ല, അദ്ദേഹത്തിൻ്റെ പേര് ശാന്താനന്ദ സരസ്വതി അല്ല, ശാന്താനന്ദഗിരി. അദ്ദേഹം പൂർണ്ണാനുഭൂതി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥം, ചെറിയ ഗ്രന്ഥം, പച്ച മലയാളമാണ്, നല്ല ഗ്രന്ഥമാണ്, എഴുതിയിട്ടുണ്ട്. സാറ് അതിനൊരു ആമുഖം എഴുതിയിട്ടുമുണ്ട്. അതായത് അമൃതമയമായ ആകാശത്തിൽ നിന്നും ഊറി വന്ന അമൃത ബിന്ദുക്കളാണ് ഈ പുസ്തകത്തിലെ ഓരോ ശ്ലോകങ്ങളും പദ്യങ്ങളും എന്നൊക്കെയാണ് സാർ അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. അതിൽ കുറേ പദ്യങ്ങളുണ്ട്. കറണ്ട് ബുക്സോ അവരല്ലേ, DC ബുക്സോ കറണ്ട് ബുക്സോ ആണത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നല്ല കൃതിയാണ്. അതിൽ ഒരു പദ്യം വേണമെങ്കിൽ പറയാം. ഈ ആത്മാവിന് പുറമേ അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ വേണ്ടി, കേട്ടു നനച്ചിട്ടിരുൾ മാറട്ടെ, കേട്ടറിവറ്റിട്ടറിയട്ടെ, നാട്ടിയിട്ടില്ല കോവിലിൽ ദൈവം, ഏട്ടിലിരിപ്പതുമില്ലപ്പോൾ. കേട്ട് നനച്ചിട്ട് ഇരുൾ മാറട്ടെ. കേൾക്കുക, നനയ്ക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ശ്രവണം, പിന്നെ മനനം. കേൾക്കുക, കേട്ടതിനെ മനനം ചെയ്യുക. സത്യത്തെക്കുറിച്ച് കേട്ട് അതിനെ മനനം ചെയ്യുക. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? ഇരുൾ മാറും. ഉള്ളിലുള്ള ഇരുട്ട് പോലെയുള്ള അജ്ഞാനം നീങ്ങിക്കിട്ടും. കേട്ട് നനച്ചിട്ട് ഇരുൾ മാറട്ടെ, കേട്ടറിവ് അറ്റിട്ട് അറിയട്ടെ. കേട്ടറിവ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അറിവ്, സിദ്ധാന്തപരമായ ജ്ഞാനം എന്നർത്ഥം. തത്വശ്രവണം, സത്സംഗം, അതിലൂടെയൊക്കെ കിട്ടുന്ന അറിവുണ്ടല്ലോ, അതാണ് കേട്ടറിവ്. അത് അനുഭവമല്ല, സ്വാനുഭൂതിയല്ല. ആ കേട്ടറിവ് അറ്റിട്ട് അതില്ലാതെയായി ആ സത്യത്തെ നിങ്ങൾ അറിയട്ടെ, അറിയുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ അതിനെ അനുഭവിക്കൂ. കേട്ടറിവറ്റിട്ട് അറിയട്ടെ, അങ്ങനെ അറിയപ്പെടണം ആ സത്യം. സിദ്ധാന്തപരമായ ജ്ഞാനമൊക്കെ തകർന്നു വീഴും സ്വാനുഭൂതിയുടെ മുമ്പിൽ. നമ്മൾ മനസ്സിലാക്കിയതുപോലൊന്നുമല്ല കാര്യം. ആ അനുഭവം അത്ര ഗംഭീരമായിരിക്കും. ഇപ്പൊ നമുക്കറിയാം, ഏതാണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന്. അതിനെ സാക്ഷാത്കരിക്കുമ്പോൾ ഈ നമ്മൾ കേട്ട അറിവുണ്ടല്ലോ, അതൊന്നുമല്ല, അതിനേക്കാളും എത്രയോ എത്രയോ മഹത്തരമാണത് എന്ന് മനസ്സിലാവും. അതാണ് കേട്ടറിവറ്റിട്ടറിയട്ടെ. അങ്ങനെ ആ ഈശ്വരതത്വം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ എന്ത് മനസ്സിലാകും? നാട്ടിയിട്ടില്ല കോവിലിൽ ദൈവം. ഞാൻ ഇത്രയും കാലം അമ്പലത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹമാണ് ദൈവം എന്നാണ് വിചാരിച്ചത്. ആ നാട്ടിയിരിക്കുന്ന കല്ലോ വിഗ്രഹമോ ബിംബമോ ഒന്നുമല്ല, അതല്ല ദൈവം. ശരി, ഉപനിഷത്ത്, യോഗവാസിഷ്ടം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ടല്ലോ ബ്രഹ്മസ്വരൂപം, അതാണോ ദൈവം? ഏട്ടിലിരിപ്പതുമില്ലപ്പോൾ, ഏട്ടിൽ പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന അതുമല്ല ഈശ്വരതത്വം. അത് അനുഭവ വിഷയമാകുന്നതാണ്, ഉള്ളിൽ ആനന്ദരൂപമായി തെളിയുന്നതാണത് എന്ന് മനസ്സിലാവുന്നതാണ്. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഈ പദ്യം? കേട്ട് നനച്ചിട്ടിരുൾ മാറട്ടെ, കേട്ടറിവറ്റിട്ട് അറിയട്ടെ, നാട്ടിയിട്ടില്ല കോവിലിൽ ദൈവം, ഏട്ടിലിരിപ്പതുമില്ലപ്പോൾ. അത് പുസ്തക രൂപത്തിൽ തത്വം ഉദ്ബോധിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ, ഉപനിഷത്തുകൾ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ, അതിൽ ഒതുങ്ങുന്നതാവില്ല. അത് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നത് ഒന്നായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതാണ്. അതാണ് സ്വാനുഭവം, ആത്മാനുഭൂതി. അതിന്റെ പേര്, ആ പുസ്തകത്തിന്റെ പേര് തന്നെ പൂർണ്ണാനുഭൂതി എന്നാണ്. പൂർണ്ണമായ അനുഭവം. അനുഭവം പഴുത്ത് പാകമായി അങ്ങനെ നിൽക്കുന്നു.
അപ്പോഴാണല്ലോ മാധുര്യം കൂടുന്നത്. ഒരു പഴം നല്ല പോലെ കനിഞ്ഞ് പഴുക്കുമ്പോഴാണല്ലോ, പഴമല്ല പഴുക്കുന്നത്, കായാണ് പഴുക്കുന്നത്. പക്ഷെ നമ്മൾ പറയുന്നത് പഴുത്ത പഴം വേണമെന്നാണ്. പഴുത്ത പഴം എന്ന് പറഞ്ഞാൽ അഴുകിയ പഴം. പഴം പഴുത്ത, എന്നാൽ പഴുത്ത കായ എന്ന് പറഞ്ഞാൽ അതിനർത്ഥമുണ്ടോ? പഴുത്ത കായ് വേണം. കായ് പഴുത്ത പഴമായില്ലേ, പിന്നെ പഴുത്ത കായ എന്ന് പറഞ്ഞാൽ അപ്പൊ പഴം വേണമെന്ന് പറഞ്ഞാലോ കനിഞ്ഞു പഴുത്തത് എന്നുള്ള അർത്ഥത്തിൽ പഴുത്ത പഴം എന്ന് പറയും. വാക്കുകൾ നമ്മൾ ഭാഷയിൽ ഉപയോഗിക്കുന്നത്. അപ്പോ ആ ആത്മാ അനുഭൂതിയെ വർണ്ണിക്കാൻ സാധ്യമല്ല എന്നാണ്. അതിന്റെ മലയാളം വ്യാഖ്യാനം കൂടെ വായിച്ചു പോവാം. 36 തത്വങ്ങളെയും, ഈ ശൈവ സിദ്ധാന്തത്തിലെ 36 തത്വം, സാഖ്യത്തിലെ 24, ശുദ്ധ അദ്വൈതികൾക്ക് 1, 96 തത്വങ്ങളുടെ എണ്ണം. അത് ഓരോ തത്വങ്ങളെയും പിന്നെയും വിഭജിച്ച് ആ ഓരോന്നിനെയും പ്രത്യേകമാക്കുമ്പോൾ 96 വരെ. ഏറ്റവും കൂടിയത് അതാണ് 96, പിന്നെ 36. ശൈവ സിദ്ധാന്തത്തിൽ 36. സാഖ്യന്മാർ കപിലന്റെ സാഖ്യ സിദ്ധാന്ത പ്രകാരം 24. പിന്നെ താഴോട്ട് വരുമ്പോൾ അതിന്റെ തത്വങ്ങളുടെ എണ്ണം കുറയും. ദ്വൈതം 2, വിശിഷ്ടാദ്വൈതം 1 മറ്റൊന്നിനെ തന്നിൽ വെച്ച് പൊറുപ്പിക്കുന്ന ഒന്നാണത്. ശുദ്ധാദ്വൈതം മറ്റൊന്നിനെയും തന്നിൽ വെച്ച് പൊറുപ്പിക്കാത്ത ഒന്ന്, അതാണ് ശുദ്ധാദ്വൈതം. ഇങ്ങനെയാണ് പോക്ക് തത്വങ്ങളുടെ. അപ്പൊ അദ്വൈതിക്ക് ഒന്നേ ഉള്ളൂ തത്വം. 36 തത്വങ്ങളെയും അവയുടെ മിഥ്യാത്വം അറിഞ്ഞ് നീക്കി അരുൾ ദർശനമുണ്ടായി. ആ അരുൾ കൃപയാൽ പരാദർശനം ചെയ്ത് പരമമായതിനെ ദർശിച്ച് അതിനെയും നീക്കി. ഈ അനുഭവത്തിന്റെ തലങ്ങൾ, ഉൾത്തലങ്ങൾ, അത് ഉള്ളിലേക്ക് പോകുമ്പോഴേ അറിയാൻ പറ്റൂ. എല്ലാം മാഞ്ഞുപോയി ഒന്ന് തെളിയുമെന്നല്ല, മനസ്സിന് പല ലെയറുകളാണ്, അല്ലെങ്കിൽ ബുദ്ധിക്ക് സൂക്ഷ്മങ്ങളായ ഉള്ളറകളുണ്ട് എന്നാണ്. അപ്പൊ ഓരോ തലത്തിൽ ചെല്ലുമ്പോഴും ഓരോരോ അനുഭവമാണ്. പക്ഷെ അതിനെയൊക്കെ നമുക്ക് തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ഉള്ളിൽ പോയി അങ്ങോട്ടിനി പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തട്ടി നിൽക്കണം. അതാണ് അദ്വൈതം, അതാണ് ആത്മാനുഭവം. അതിനപ്പുറത്തൊന്നുമില്ല. അങ്ങോട്ട് പോകാൻ പറ്റില്ല, അതിൽ തലയിടിച്ച് നിൽക്കും. അതാണ് ആത്മാനുഭവം. തിരിഞ്ഞു നോക്കിയാൽ ഇപ്പുറത്തും ഒന്നുമില്ല എന്ന് മനസ്സിലാവും. തല മുട്ടി അതിന്റെ അപ്പുറത്തോട്ട് ഇനി ഒന്നുമില്ല, അങ്ങോട്ട് പോകാൻ വഴിയില്ല, തീർന്നു, ഡെഡ് എൻഡാണ്. തിരിഞ്ഞു നോക്കിയപ്പോ ഇപ്പുറത്തും ഒന്നുമില്ല, അപ്പുറത്തും ഇല്ല, ഇപ്പുറത്തും ഇല്ല. പിന്നെ തന്റെ തലയിടിച്ചതോ ശൂന്യതയിൽ ഒന്നേ ഉള്ളൂ, അതിൽ മറ്റൊന്നും ഇരിപ്പില്ല. അതുകൊണ്ടാണ് അതിനെ ഒഴിഞ്ഞത് എന്ന് ആദ്യം മുതലേ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഒഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ ശൂന്യം എന്നുള്ള അർത്ഥത്തിലല്ല, അതിസൂക്ഷ്മമായത്, ശൂന്യതയെ പോലും പ്രകാശിപ്പിക്കുന്നത് പൂർണ്ണ വസ്തു. അതിന്റെ സൂക്ഷ്മത കാരണമായിട്ട് അത് ഒഴിഞ്ഞതുപോലെ തോന്നുന്നു, ഒഴിഞ്ഞിരിക്കുന്നത് പോലെ തോന്നുന്നു. മറ്റൊന്നും ഒരു സ്ഥലത്തില്ലെങ്കിൽ അപ്പോഴാണല്ലോ നമ്മൾ അത് കാലി ഒഴിഞ്ഞതെന്ന് പറയുക. ഈ ആത്മാവിലും വേറൊന്നുമില്ല, അഹങ്കാരമില്ല, പ്രപഞ്ചമില്ല, മനസ്സ്, ബുദ്ധി തുടങ്ങിയ യാതൊരു ഉപാധികളുമില്ല. പിന്നെ അത് കാലിയല്ലാതെ പിന്നെ വേറെന്താ എന്ന് വെച്ച് ശൂന്യമാണോ? ശൂന്യമായ ഒന്നാണെങ്കിൽ അതിനെ സാക്ഷാത്കരിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാൻ? ആ ശൂന്യതയെ നമ്മൾ ദിവസവും ഉറക്കത്തിൽ സാക്ഷാത്കരിക്കുന്നുണ്ടല്ലോ, അനുഭവിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെ ഒരു ശൂന്യതയാണോ ഈ ആത്മവസ്തു? അല്ല, അത് പൂർണ്ണമാണ്, അറിവാണ്, ആനന്ദമാണ്. അതിനെ വേണം സാക്ഷാത്കരിക്കാൻ. അതിനാണ് നമ്മുടെ ജീവിതം എന്നാണ് പറയുന്നത്. അപ്പോ പരാദർശനം ചെയ്ത് അതിനെയും നീക്കി അനന്തരം സുഖാനുഭവം ഉണ്ടായി. അങ്ങനെ സുഖം അനുഭവിക്കുന്നു എന്ന ഭോക്തൃനിലയും മാറ്റി. സുഖത്തെ അനുഭവിക്കും, അപ്പോഴും ഒരു ജീവന്റെ ഒരു ചെറിയ ഒരു അംശം അവിടെ ബാക്കിയുണ്ടാവും. ഇപ്പൊ ഞാൻ നല്ല സുഖം അനുഭവിക്കും, ഞാനുണ്ട് സുഖവും, അതിനെയും കടന്നു പോകണം എന്നാണ്. അനുഭവിക്കുന്ന ഈ ആള് തന്നെ ഇല്ലാതെയാവണം. അപ്പോഴാണ് സുഖത്തിന്റെ പരമകാഷ്ഠ, സുഖത്തിന്റെ പാരമ്യം. അപ്പോഴാണ് ഈ അങ്ങനെ സുഖം അനുഭവിക്കുന്നു എന്ന ഭോക്തൃനിലയും മാറ്റി സുഖാതീതമാകുന്ന മഹാനന്ദത്തിൽ തീവ്രപക്വർ എത്തിച്ചേരുന്നു. നല്ല പാകതയുള്ളവർ ആ ആനന്ദ അതീതമായ സ്ഥിതി, ആനന്ദത്തിന്റെയും അപ്പുറത്ത് പോകുക എന്ന് പറഞ്ഞാൽ ഞാൻ സുഖിക്കുന്നു എന്നുള്ള ഭാവത്തെയും വിട്ടിട്ട് ശുദ്ധ സുഖമായി മാറുക. ഞാനും അതിൽ നിന്ന് ഒഴിഞ്ഞു പോകും. പൂർണ്ണാനുഭൂതിയിലെ ഒരു ശ്ലോകം കൂടെ പറയട്ടെ. ആകാശത്തിൽ തോന്നും നീലിമ ആകാശത്തിൻ നിറമാണോ, ആകാശത്തിൽ അളവറ്റുള്ളതിൽ ആരോപിപ്പതു ഭ്രമമാകും. ഇതിൽ ഏതെങ്കിലും വാക്കിന്റെ അർത്ഥം അറിയാത്തതായിട്ടുണ്ടോ? മനസ്സിലാക്കാൻ പ്രയാസമായിട്ട്. ആകാശത്തിൽ തോന്നും നീലിമ, ആകാശം നീല നിറത്തിലാണല്ലോ കാണുന്നത്. ആ നീല നിറം ആകാശത്തിൻ നിറമാണോ? ആകാശത്തിന്റെ നിറമാണോ നീലം? ആ നീലം ശൂന്യതയിൽ കാണപ്പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ കാണുന്നതാണ്. പക്ഷെ ആ നീല നിറം ആകാശത്തിലില്ല.
അങ്ങനെയാണെങ്കിൽ കുറച്ച് അവിടെ നിന്ന് കൊണ്ടുവരാമായിരുന്നല്ലോ. നമുക്ക് നീല മുക്കാനും ഒക്കെ ഒന്നാം തരം സ്കൈ ബ്ലൂ, നേവി ബ്ലൂ എന്നൊക്കെ പറയാറില്ലേ പണ്ട്. ആകാശത്തിൽ തോന്നും നീലിമ ആകാശത്തിൻ നിറമാണോ? നമ്മോട് ചോദിക്കുകയാണ്. അല്ല, ആകാശത്തിൽ അളവറ്റുള്ളതിൽ ആരോപിപ്പത് ഭ്രമമാകും. ആകാശം എന്ന് പറഞ്ഞാൽ ശൂന്യതയാണ്, ഒഴിഞ്ഞ സ്ഥലമാണ്. ആ ഒഴിഞ്ഞ സ്ഥലത്തിൽ നീല നിറം ഉണ്ട്, അത് അതിൻ്റെയാണ്. അവിടെ വാസ്തവത്തിൽ ഒരു നീല നിറം ഉണ്ട് എന്ന് കരുതുന്നത് ഭ്രമമാകും, നിങ്ങളുടെ തോന്നലാണെന്ന്. ആകാശത്തിൽ അളവറ്റുള്ളതിൽ അപരിമിതമായി അതിര് കാണാൻ കഴിയാതെ കിടക്കുന്നു, അതിൽ നീല നിറത്തെ ആരോപിക്കുക എന്നുള്ളത് ഭ്രമമാണ്. ഇതുപോലെ പ്രപഞ്ചത്തിന്റെ കണിക പോലുമില്ലാത്ത ആ പരബ്രഹ്മത്തിൽ പ്രപഞ്ചത്തെ ഉണ്ട് എന്ന് അനുഭവിക്കുന്നത് ഭ്രമമല്ലാതെ വേറെ എന്ത്? ഈ പ്രപഞ്ചത്തിന്റെ അധിഷ്ഠാനമാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാലും തെറ്റാണ്. ഇല്ലാത്തതിന് എന്ത് അധിഷ്ഠാനം? പക്ഷേ ഏത് ഭ്രമവും ഒരു ആധാരം, ആ ഭ്രമത്തിന് ആസ്പദമായ ഒന്ന് വേണമല്ലോ. ആ അർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം പ്രപഞ്ചത്തിന്റെ ആസ്പദം ആധാരമാണ് ഈ ബ്രഹ്മം, ആത്മാവ് എന്ന്. പക്ഷെ അത് തന്നെ ശരിയാവില്ല. കാനൽ ജലത്തിന്റെ ആധാരം മരുഭൂമി. ഈ കാനൽ ജലം ഒന്നൊന്നും ഉണ്ടോ? ആധാരം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുക്കുന്നു, വെള്ളത്തിന്റെ ആധാരം പാത്രം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം പാത്രം ഉണ്ടെങ്കിലേ അതിൽ വെള്ളം എടുക്കാൻ പറ്റൂ. വെള്ളത്തിന്റെ ആശ്രയം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പാത്രം എന്ന് പറയുന്നത്. ഇങ്ങനെ പാത്രത്തിൽ വെള്ളം ഇരിക്കുന്നത് പോലെയാണോ മരുഭൂമിയിൽ കാനൽ ജലം? മരുഭൂമി തന്നെ കാനൽ ജലമായി കാണപ്പെടുകയല്ലേ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. മരുഭൂമി തന്നെ കാനൽ ജലമായി കാണപ്പെടുന്നു. രജ്ജു തന്നെ, കയറ് തന്നെ സർപ്പമായി കാണപ്പെടുന്നു. അപ്പോ അവിടെ രണ്ട് തന്നെ ഇല്ലല്ലോ. രണ്ടുണ്ടെങ്കിലല്ലേ ഒന്നിന്റെ ആശ്രയം മറ്റേത് എന്ന് പറയാൻ പറ്റൂ. പറച്ചിലെല്ലാം തെറ്റ്, അങ്ങേയറ്റത്തെ അബദ്ധം. മിണ്ടാതിരിക്കാമോ? രക്ഷപ്പെടും. പറയുന്നവനും രക്ഷപ്പെടും, കേൾക്കുന്നവരും രക്ഷപ്പെടും. ഈ പറച്ചിലൊന്ന് നിർത്താമോ? മറ്റേ സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികളുടെ അടുത്ത് ഗുരു പറഞ്ഞതുപോലെ, എടാ ശിവരാമകൃഷ്ണ, നീ ഒന്ന് മിണ്ടാതിരിക്കുവോ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെയാണോന്ന് അറിയില്ല, യോഗവാസിഷ്ട ക്ലാസ്സിൽ ആണെന്നാണ് തോന്നുന്നത്. ഇവിടെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? വരുന്നവരോടും പോകുന്നവരോടും എല്ലാം വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ട് അവരെ തർക്കത്തിൽ തോൽപ്പിക്കുകയായിരുന്നു നമ്മുടെ ഈ ശിവരാമകൃഷ്ണന്റെ പ്രധാന ജോലി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗുരുവിനെ കാണാൻ ആരും വരാതെ, ആരെങ്കിലും വന്നാൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് ആത്മതത്വത്തെക്കുറിച്ച്? അത് ദ്വൈതമാണോ, അദ്വൈതമാണോ, വിശിഷ്ടാദ്വൈതമാണോ? ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച്, ബ്രഹ്മത്തിന്റെ സ്വരൂപം എന്താണ്, സത്ത്, ചിത്ത്, ആനന്ദം, ഇത് മൂന്നും ഒന്ന് തന്നെയല്ലേ? ഇല്ലെങ്കിൽ മൂന്ന് ഗുണങ്ങൾ ഈ ആത്മാവിലുണ്ടോ? ഇല്ലെങ്കിൽ മൂന്നും കൂടെ കൂട്ടി കുഴച്ചതാണോ? ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പോലെ കടുക്, ബോംബെ റവ, കറിവേപ്പില, എണ്ണ, അല്ലെങ്കിൽ നെയ്യ് എല്ലാം കൂടെ ചേർന്നതാണല്ലോ ഉപ്പുമാവ്. അപ്പൊ അതുപോലെ സത്ത് അല്പം, ചിത്ത് കുറച്ചുകൂടെ, ആനന്ദം എല്ലാം കൂടെ ഇട്ട് ഗ്യാസ് അടുപ്പിൽ വെച്ച് വഴറ്റി ഇങ്ങെടുത്തു കഴിഞ്ഞാൽ സച്ചിദാനന്ദം ബ്രഹ്മാവോ? അപ്പോ യുക്തിയുക്തമായി വെറുതെ തർക്കിക്കും. എന്തിനാണെന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അത് അദ്ദേഹത്തിന്റെ സ്വഭാവമായിരുന്നു. ഇയാളെ കൊണ്ട് ഗുരു പൊറുതിമുട്ടി. ഒരു ദിവസം സൈകട്ട് അദ്ദേഹം പറഞ്ഞു, എടോ ശിവരാമകൃഷ്ണ, താനൊന്ന് മിണ്ടാതിരിക്കുവോ, താനൊന്ന് വായടയ്ക്കുവോ എന്ന് പറഞ്ഞു. അന്നടച്ചു. അതാണ്. പിന്നെ തുറന്നത് കൊല്ലങ്ങൾക്ക് ശേഷമാണ്. തുറന്നപ്പോൾ ആദ്യം ആ മുഖത്തിൽ നിന്ന് നിർഗളിച്ചത് കീർത്തനങ്ങളാണ്. ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും കുറിച്ചുള്ള കീർത്തനങ്ങൾ, പിന്നെ വേദാന്തപരമായ കീർത്തനങ്ങൾ. സദാശിവ ബ്രഹ്മേന്ദ്രയുടെ ഒരു കൃതി തന്നെയുണ്ട്, ആത്മൈക്യ വിലാസം, ഓർമ്മ വരുന്നില്ല. അപ്പോൾ നിർത്താൻ പറഞ്ഞപ്പോൾ, സംസാരം അവസാനിപ്പിക്കാൻ പറഞ്ഞപ്പോൾ അവസാനിപ്പിച്ചു. എന്തുകൊണ്ടെന്നോ, ഗുരുവിന്റെ വാക്ക് വേദവാക്കായിട്ട് സ്വീകരിക്കുന്ന ആളാണ് അദ്ദേഹം. ദേഷ്യപ്പെട്ട് പറഞ്ഞതാണ്, ചുമ്മാ ഈ വെറുതെ കിടന്ന് തർക്കിക്കാതെ ആൾക്കാരെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്, മിണ്ടാതിരിക്കുന്നു. ശരിക്കും അങ്ങ് മിണ്ടാതിരുന്നു. വാങ്മൗനമല്ല, മനസ്സ് തന്നെ മിണ്ടാതായി പോയി. സങ്കല്പങ്ങളൊക്കെ ഉപശമിച്ചു. ഒരു അനുഗ്രഹ രൂപത്തിൽ ആ വാക്ക് വന്നു. ശാപം പോലെയാണ് വന്നത്. അദ്ദേഹം നിർത്തൂ എന്നാണ് പറഞ്ഞത്. നിർത്തൂ എന്ന് പറഞ്ഞപ്പോ വാക്ക് നിന്നു, മനസ്സ് നിന്നു, ബുദ്ധി നിന്നു, അഹങ്കാരവും അസ്തമിച്ചു. പരിപൂർണ നിശബ്ദത, അങ്ങേയറ്റത്തെ മൗനം അനുഗ്രഹമായി. ആ ആത്മാനുഭവത്തിൽ ലയിച്ച് ഒന്നും മിണ്ടാതെ ഇങ്ങനെ കുറേ കാലം ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു അവധൂതനായിട്ട്. അതാണ് സദാശിവ ബ്രഹ്മേന്ദ്രൻ. അപ്പോ ഈ സുഖം അനുഭവിക്കുന്നു എന്ന ഭോക്തൃനിലയും മാറ്റി സുഖാതീതമാകുന്ന മഹാനന്ദത്തിൽ തീവ്രപക്വത എത്തിച്ചേരുന്നു. ഇതൊക്കെ മന്ദം പറ്റില്ല. മന്ദതര പക്വത, മന്ദതരം പറ്റിയേയില്ല. മന്ദം
അവർക്കും പറ്റില്ല, തീവ്രപക്വർ അവർക്കും പറ്റില്ല, തീവ്രതരം. ആ 4 വിഭാഗത്തിൽ ഏറ്റവും മികച്ചവരാണ് ഈ തീവ്രതര പക്വർ. അവർക്ക് മാത്രമാണ് ഈ ആത്മസ്ഥിതി കൈവരിക. നീക്കിവിട്ട കരുവികളെ, കരുവി തമിഴാണ്, കുരുവിയല്ല കരുവി, ഉപകരണം എന്നർത്ഥം. ഉപാധി അല്ലെങ്കിൽ ഉപകരണം. നമുക്ക് അറിവിന് സഹായകമാകുന്ന ഉപകരണങ്ങളാണ് ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി തുടങ്ങിയവയൊക്കെ. അതാണ് കരുവി, തമിഴാണ്. എന്തോ കരുക്കൾ വേറെ. കരുവെന്ന് പറയുന്നത് ചതുരംഗത്തിൽ നമ്മൾ നീക്കുന്നതാണ്. ഇത് കരുവി എന്നാണ്. ഉപകരണം, ഇൻസ്ട്രുമെന്റ്, ഉപാധി എന്നൊക്കെയാണ്. ഇന്ത കരുവിയെ പയൻപെടുത്തി, ഈ ഉപകരണത്തെ പ്രയോഗിച്ച് എന്നൊക്കെയാണ്. നീക്കിവിട്ട കരുവികളെ, ഉപകരണങ്ങളൊക്കെ ഞാനല്ല, ഇന്ദ്രിയങ്ങൾ ഞാനല്ല, മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, ഇതൊക്കെ നമ്മുടെ ഉപകരണങ്ങളാണ്, നമുക്ക് അറിവുണ്ടാകാൻ സഹായിക്കുന്നതാണ്. അതൊന്നും ഞാനല്ല, അതൊക്കെ എൻ്റെ ഉപകരണങ്ങളാണ്. അങ്ങനെ എല്ലാറ്റിനെയും ഉപേക്ഷിച്ചു. അങ്ങനെയാണ് സത്യത്തിൽ ചെന്നെത്തുന്നത്. നീക്കിവിട്ട കരുവികളെ അഥവാ ഉപകരണങ്ങളെ വീണ്ടും കണ്ട് അരുളിനെ മറന്ന് വീണ്ടും മയക്കത്തിൽ പെടുവാൻ ഇടയില്ലാതെ, എന്ന് പറഞ്ഞാൽ വീണ്ടും അജ്ഞാന ദിശയിലേക്ക് പതിക്കാതെ ആ മഹാനന്ദത്തിൽ തന്നെ സ്ഥിരനില ഉറച്ച മഹാസുഹൃതികൾക്ക് അപ്പോൾ അനുഭവമാകുന്ന അതിശയകരമായ ആനന്ദം ഇന്ന വിധമെന്ന് വെളിപ്പെടുത്താൻ വാക്ക് ഉപയോഗിക്കുന്നു എങ്കിൽ അതേതുപോലെ പടി കൊണ്ട് ആകാശത്തെ അളക്കുന്നത് പോലെ എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ്. ആയത് എങ്ങും നിറഞ്ഞ അഖണ്ഡമായിട്ടുള്ള ആകാശത്തെ പടിയാൽ അളന്ന്, അല്ലെങ്കിൽ പറയാലോ നാഴിയാലോ അതുപോലെയുള്ള ഉപകരണങ്ങളാലോ അളന്ന് ഇത്ര ഇടങ്ങഴിയാണെന്നറിയാൻ ശ്രമിക്കും പോലെ വിഫലമാകുകയേ ഉള്ളൂ. തീവ്രപക്വന് ഉദയമാകുന്ന മഹാനന്ദം അവാച്യമാണെന്ന് സാരം. അതിനെ പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. ഒരു പദ്യമേ ആയുള്ളൂ, മതി. എന്തിനും ഒന്നിൽ ഏതെങ്കിലും ഒരെണ്ണം നേരെ പഠിച്ചാൽ അത് തന്നെ. നമുക്കിനി അടുത്ത ബുധനാഴ്ച വീണ്ടും കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.